ഇത് ചെറുവത്താനിയുടെ കഥയാണ്. ചെറുവത്താനിയിലെ ഭദ്രയുടെ കഥയാണ്. അവൾക്ക് ചുറ്റും ജീവിച്ചിരുന്ന വിചിത്ര സ്വഭാവികളായ മനുഷ്യരുടെ കഥയാണ്. മനസ്സിന്റെ സഞ്ചാരവേഗം പിഴച്ചുപോയ അവളുടെ പാവം ചെറിയമ്മയുടെ കൂടെ കഥയാണ്. ഭഗവതിയുടെ അമ്പലത്തിൽ വന്ന് മുരുകനെ വിളിക്കേ. എന്താ കഥ? ആ തെച്ചിക്കാട്ടിലെ അമ്മയ്ക്ക് പ്രാന്താണോ? അല്ല, വട്ട. ഓഹോ. തെച്ചിക്കാട്ടിലെ യശോദരമ്മ എന്ന് പറഞ്ഞ അതൊരു സംഭവം എന്ന് വെച്ചാൽ തെച്ചിക്കാട്ടിലെ അച്യുതൻകുട്ടിയുടെ ചെറിയമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ല, എന്താ പറയാ? വട്ട് അല്ല, ഒരു തരം പ്രാന്ത്. ആരാണ്ട തള്ളയ്ക്ക് ഭ്രാന്തളകിയ കാണാൻ നല്ല ചേലാന്ന് പറയരുത് മോനെ. മനസ്സിലേടെ പട്ടി. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാരാമ രാമ ശ്രീരാമ രാമ രാമ. എന്റെ അമ്മ ഒന്ന് പതുക്കെ. എന്നും രാവിലെ ഇരുന്ന് പാടിക്കോളൂ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എടീ ഭദ്രേ, ചായ പേപ്പറും. ഓ, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി ഇന്ന് ഇത്തിരി നേരത്തെയാണല്ലോ. എവിടേക്കാ അമ്മൂമ്മേ? പുറത്തെ എണ്ണയിലിരുന്ന അത്തിരി ഇളവയില് കിട്ടും. ഞാൻ പിടിക്കാം. ഉമ്മറത്തേക്ക് പോണെങ്കി എന്നെ വിളിക്കാറുന്നില്ലേ? എവിടെയെങ്കിലും തപ്പി തടഞ്ഞു വീണാലോ? നിന്നെ എന്തിനൊക്കെയാ വിളിക്കുക? ഇവിടുത്തെ ഒരു ചോട് പണി കഴിഞ്ഞിട്ട് വേണ്ടേ നിനക്ക് പണി സ്ഥലത്തേക്ക് എത്താൻ? അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാ ഇടവപ്പായി തുടങ്ങി ഭൂമി തണുത്തു വെച്ചാ പിന്നെ തുടങ്ങുകയായി രാവിലെ എണ്ണ തേച്ച് കുളി കഴിഞ്ഞാ പിന്നെ നവധാന്യ കഞ്ഞിയാണ് എന്ന് വെച്ചാ 9 തരം ധാന്യങ്ങളിട്ട് തയ്യാറാക്കണേ. ഉണ്ണണ നേരാവണവരെ അവനുള്ളിൽ കിടക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചത് നന്നായി. അല്ലെങ്കിൽ ക്ഷീണകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ചായ. ഉമ്മറത്തേക്ക് ചായ കൊണ്ടുവരുമ്പം ആരൊക്കെ ഉണ്ട് അവിടെ എന്ന് അറിയണം. ഇതിപ്പോ ഗോപാലനായോണ്ട് കുഴപ്പമില്ല. ചായ ആണെങ്കിൽ വെറുതെ ഒന്ന് കുടിക്കാം. അങ്ങനെ വെറുതെ കുടിക്കാൻ നല്ലത് പച്ചവെള്ളം. ആർക്കും ബുദ്ധിമുട്ടില്ല. എന്ത് ചായടി ഇത്? ഒട്ടും മുഴുപ്പില്ല പാലിന്. അതെ വല്യമ്മേ, ചായ ഉണ്ടാക്കാൻ വല്യമ്മയുടെ അത്ര ഇവിടെ ആരും പോരില്ല. ഞാൻ വളരെ മോശ. അത് അവളൊന്നു വെച്ചതാ. എനിക്ക് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടേന്ന് അതിന്റെ ധ്വനി. അല്ല, സത്യത്തിൽ എന്തിനാ ഇവിടെ വന്ന് കൂടണത്? ഭാഗം വെപ്പും വേർതിരിക്കലും ഒക്കെ കഴിഞ്ഞല്ലേ? എന്റെ അമ്മയെ ഉടപ്പറന്ന കുട്ടികളും എങ്ങനെ കഴിയുന്നു എന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണ്ടോ? ഓഹോ, അപ്പൊ ചെക്കിങ്ങിന് വരുന്നതാണ്. സദ്ദാം ഹുസൈൻ ഒരു നിരന്തര ശല്യക്കാരൻ. ജോർജ് ബുഷ്. ഹലോ. അല്ല, ഭാമ ഉണ്ടായിരുന്നോ? ഇന്നലെ പോയില്ലോ. ആ, ഹോസ്റ്റലിൽ വിളിച്ചു നോക്കൂ. ശരി ശരി, വെക്കട്ടെ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര, ഹരഹരോ. യശോദരെ, എന്താ നീ കാട്ടണേ? ആരാ നിന്നോട് പറഞ്ഞേ കുളത്തിൽ പോയി മുങ്ങാൻ? ഒരു വിളി വന്നു. പഴനിമലയിന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യൻ. 31 നാൾ വ്രതം. എന്നിട്ട് മല കയറി ചെന്ന് ദർശനം. ഹരഹരോ ഹരഹര. എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നോണം. ഒന്നും കൊണ്ടുപോയി കിണറ്റി കൊണ്ടിടരുത്. അച്ചുമുട്ടിയുടെ കയ്യിന്ന് കഴിഞ്ഞോണം കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. അവർ ഞാനൊരു സമ്മാനപ്പൊതി വെച്ചിട്ടുണ്ട്. കാർക്കോടകൻ. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. എന്റെ ഹരഹരപ്പാ, ഇവളെ കൊണ്ടും അക്കൂസ് വെള്ളം വെക്കുമ്പോ പാത്രം നിറയെ വെച്ചൂടെ? നഴ്സമ്മോട് ഉണ്ടായിരുന്നോ? കുളിമുറി ചൂടുവെള്ളം വേണം. എന്റെ ഷർട്ട് മുണ്ട് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടോ? രാവിലെ തൃശ്ശൂർക്ക് പോണം. ഇതിനെല്ലാം ഞാൻ ഒരുത്തില്ലേ ഉള്ളൂ ഇവിടെ. നിനക്ക് 2 ദാസികളെ ശമ്പളത്തിന് വെക്കാൻ ഞാൻ. ആ, ഷർട്ടും മുണ്ടും നല്ല വാടി പോലെ കിട്ടിയില്ലെങ്കിൽ എന്റെ വായിന്ന് കേൾക്കുന്നീ. ഇന്ന് ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാ. അവിടെ എരപ്പ വേഷത്തിൽ ചെന്ന് കയറാൻ പറ്റില്ല. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവനും കൂടി ഇവിടുന്ന് കപ്പൽ കയറ്റി വിടുന്ന ദിവസം ഈ നാടിന് മോക്ഷം കിട്ടുക.
ഭദ്രേ, അന്ന് വല്യമ്മാവൻ കത്തി നിൽക്കണ കാലം പൊന്നാനി താലൂക്കില് ഭദ്രേ. ആഹാ, നീ ഇറങ്ങണില്ലേ? ശാരദ എടുത്തിട്ട് ഒരു 2 മിനിറ്റ്. ബസ് അതിന്റെ പാട്ടിന് പോകൂട്ടോ. ഇപ്പൊ വരാം. ശാരദ, ശാരദയെത്തി. എന്താ കുട്ടിയെ, ധർമ്മം വീട്ടില്ലേ? ഇല്ല, ഡ്യൂട്ടിയില്ല. കിഴക്കേടത്ത് അമ്പലക്കുളത്തിൽ ഒരു ശവം പൊങ്ങിയിരിക്കണു അത്രേ. അതാരാപ്പാ? എന്നാലേ ഞാൻ അത് നോക്കിട്ട് വരാം. താൻ അവിടെ തന്നെ നിന്നളരുത്. ഉടനെ അവിടെ വന്ന് വിവരം പറയണം. എന്റെ കുട്ടി ഒന്ന് വേഗം നടക്ക്, ബസ് പോകൂട്ടോ. അറിയോ? താരാത് പ്രകാശ, എന്നെ വന്നു നീ? 2 ദിവസമായി. ഇപ്പൊ എവിടെയാ? ബോംബെ തന്നെ. കൂടെയുള്ള ആൾക്ക് എന്നെ ഓർമ്മയുണ്ടാവോ? പിന്നെന്താടോ, ഈ ചെറുവത്താണിയിൽ അന്തസ്സുള്ള ആൺകുട്ടികളൊന്ന് പറയാൻ നീയൊക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ അന്തസ് വിടാതെ തന്നെയാ ഞാനൊരു കല്യാണാലോചനയുമായിട്ട് തെച്ചിക്കാട്ടി ചെന്നത്. സാമാന്യം കേമായിട്ട് ഒരു കുടുംബം പോറ്റാന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ സമ്മതിച്ചില്ലല്ലോ അച്യുതൻ കുട്ടിയേട്ടൻ. എന്തോ കാരണം പറഞ്ഞത് ഞാൻ വായനശാലയുടെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന കണ്ടുവെന്നോ അങ്ങനെ എന്തോ. ഒന്നും പറയണ്ട എന്റെ പ്രകാശ. അതിനുശേഷം എത്ര ആലോചനകളാ ഇവൾക്ക് വന്നത്. ഇങ്ങനൊരു ഏട്ടൻ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. പോട്ടെ ശാരദാർത്തി, വരട്ടെ. വെറുതെ പറഞ്ഞാട്ടോ, വിഷമിപ്പിക്കാനല്ല. ആ പ്രകാശ, ഭാര്യക്ക് വിശേഷം എന്തെങ്കിലും? വിശേഷത്തിന് 7 മാസമായി. ആഹാ, ശരി എന്നാ. ഈ പറയണതിലും കാര്യമില്ലാതില്ല. അച്യുതൻകുട്ടി വേണ്ടാന്ന് വെച്ചിട്ടും ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞ് മുടക്കിയിട്ടും തന്നെയാ നിന്റെ കല്യാണക്കാരി ഇങ്ങനെ നീളണേ. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു എന്ന് വെക്കുക. തീരുവോ ശാരദയെടുത്ത് ഈ പ്രശ്നങ്ങള്? അപ്പൊ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർന്നിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കാ നീ? ലോകത്തിന്റെ അല്ല, എന്റെ വീടെന്ന് പറയണ 3-4 ലോക രാഷ്ട്രം ഉണ്ടല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളായി പറയണേ. ഭാമ കോഴ്സ് കഴിഞ്ഞ് വരാൻ ഇനിയിപ്പോ അധികമൊന്നുമില്ല. വന്നിട്ട് കാണാം. അവള് നിന്നെ പോലെ പൊട്ടിയാവില്ല. നിന്നെ പോലെ ഒരു കറവ് പശു ആൻ അവള് നിൽക്കുമെന്ന് കണ്ടെന്നെ അറിയണം. സതീശോ, സമയം 9:15. കിഴക്കോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. അതേടാ, മുമ്പിൽ വന്ന് ചാടണ്ട, മോന്ത പൊളിയും. ആ തെച്ചിക്കാട്ടിലെ എക്സ്പ്രസ് അടിച്ച് ചത്താലെന്താ ശാരദയെടുത്തേ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ദാ, ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്നുള്ള ദുരഭിമാനം കൊണ്ട് പറയല്ല. ഈ കയ്യങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. വാ. ഭാഗ്യം, നമ്മുടെ സമയത്തിന് അതേ ബസ് വന്നു. ചെറുവത്താണി, ചെറുവത്താണി. ഒന്ന് വേഗം ഇറങ്ങി, ഞങ്ങൾക്ക് കേറണം. മോളെ, മോളെ തെച്ചിക്കാട്ടിലെ അച്ഛൻകുട്ടി സാറിന്റെ പെങ്ങളല്ലേ? ഒന്ന് ചോദിക്കട്ടെ. എന്താ ഇത്? എനിക്ക് ബസ്സിൽ പോണം. അത്രയും വേഗം കേറ്. ഒന്ന് വീടോ, എനിക്ക് പോണം. ഞാൻ കുറെ ദൂരത്ത് വരികയല്ലേ മോളെ? എന്തായി ഏതായി തള്ള? നിങ്ങൾ കാണിച്ചു. ബസ് പോയി. ബസ് പോട്ടെ, ഇനി വരും. തെച്ചിക്കാട്ടിലെ അച്ഛൻകുട്ടി സാർ ഇപ്പൊ എവിടെ ഉണ്ട് മോളെ? അതെ, ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ധർമ്മന്റെ ഭാര്യ ശാരദ. നിങ്ങൾ ആരാ? ആ നായിന്റെ മോനുണ്ടല്ലോ, ഇവളുടെ ആങ്ങളാ. അവൻ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു സാധുവാണ് ഞാൻ. എന്റെ മോന് വില്ലേജ് ഓഫീസിൽ ജോലി വാങ്ങി കൊടുക്കാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ആകണ്ടായിരുന്ന 6.5 സെന്റ് പണയം വെപ്പിച്ചിട്ട് 5000 ഉറുപ്പിക കൊണ്ട് ആ കാലമാണ് പോയത്. ഒരാണും തുണയില്ലാത്ത എന്റെ ഗതി എന്താണെന്നറിയോ? ഇപ്പൊ കിടപ്പാടം വിട്ട് നടു റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. അല്ല, അതൊക്കെ ഇപ്പൊ ഈ കുട്ടിയോട് പറഞ്ഞിട്ട് എന്താ? പിന്നെ എന്റെ തള്ളോടാണ് പറയേണ്ടത്. ഓടൊപ്പം തന്നെ എച്ചിത്ര ഇവളും കൂടെ അറിയണം. അറിഞ്ഞിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. വലിയ പൗര രാവിലെ തന്നെ സാരിയെ ചുറ്റി ഇറങ്ങണുണ്ടല്ലോ. ഇത്രയും നാളാ തെണ്ടീനെ തപ്പി നടന്നു ഞാൻ. മാഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. വീടും വിലാസവും കിട്ടിയത് ഇപ്പഴാ. ഇനി ഞാൻ അങ്ങോട്ട് വരും. ഭാർഗവേ ശരിക്കും അറിയില്ല നിനക്ക്. വന്ന എന്റെ പൈസയും വെച്ചിട്ടേ ഭാർഗവി പോവൂ. എന്താ പ്രശ്നം? ഒന്നുമില്ല, കായംകുളത്തൊരു മച്ചിക്കേ പേറ്റ് നോവ്. ആ പേരെടുക്കാൻ പോണ്ട കാര്യത്തിനെ പറ്റി പറഞ്ഞതാ. എന്താടാ, നീയും പോരുന്നോ? അല്ല പിന്നെ. പോളിയോ കൊടുക്കാമെന്ന് ഒരു കുട്ടികളെ കൊണ്ട് വരി വരിയാ നിൽക്കുക. ഇങ്ങനെ കൂട്ടം കൂടാൻ കഞ്ചിപ്പകർച്ചയല്ല, ക്യൂ നിൽക്കാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് വാസേട്ടാ. ഞാൻ ലേറ്റായോ? ഇല്ല,
ഒരാള് പക്ഷെ ഇന്ന് ലേറ്റാ, എത്തിയിട്ടില്ല. വത്സ മാഡം വന്നോ? വന്നിട്ടുണ്ട്. കടന്നല് കുത്തി പോലെ മുഖവും വീർപ്പിച്ച് അകത്തിരിപ്പുണ്ട്. അല്ല, ആയമ്മക്ക് വല്ല പൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. സിസ്റ്റർ, ഭദ്ര വന്നില്ലേ? ഇപ്പോഴെത്തും. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. എപ്പ വരും എന്നല്ല ഞാൻ ചോദിച്ചത്. മാഡം എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പറയണം. മാഡം ഇഡിയറ്റ്സ്. ഇന്നും ലേറ്റാണല്ലേ? ലൈറ്റ് അല്ല, സ്ട്രോങ്ങാ. ആ നാശം പിടിച്ച സ്ത്രീ കാരണം ബസ്സും കിട്ടിയില്ല. ദൈവമേ, എനിക്ക് ഇന്നും ചീത്ത കേൾക്കാനാണല്ലോ വിധി. ആ വന്നോ? ചെല്ല്, വത്സാമേടം വിളിക്കുന്നുണ്ട്. ചീത്ത വിളിക്കാനല്ലേ? അല്ല, നിനക്കൊരു ടാറ്റ ഇന്ത്യക്ക് വാങ്ങി തരാനാണ് തോന്നണേ. അപ്പൊ പിന്നെ സമയത്തിനെങ്കിൽ വരാല്ലോ. പോടി പറ്റി. എന്തു പറ്റി? ബസ് കിട്ടിയില്ല. മാഡത്തിനെ കണ്ടെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വരൂ. അതെ, മാഡത്തിനെ കണ്ട എന്തെങ്കിലും സ്റ്റുപ്പിഡ് എക്സ്ക്യൂസസ് പറഞ്ഞാൽ മതിയല്ലോ. അവർക്ക് ബസ് മിസ്സായി. ഡോക്ടർ അരുണിന് ഡ്യൂട്ടി തുടങ്ങാറായില്ലേ? എനിക്ക് ഇമീഡിയറ്റ് ഷിപ്പ് ഇഷ്ടമുള്ള കാര്യമല്ല. സിസ്റ്ററിന് ഇത് എന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. മനസ്സിലായല്ലോ? പോട്ടെ, അവരുടെ നേച്ചർ അറിയാലോ. ആ ഭദ്ര ഇതൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മനഃപൂർവ്വം ആകില്ല മാഡം, അതൊരു പാവമാണ്. ഒരു വീടിന്റെ ചുമതല മുഴുവൻ എന്റെ തലയിലാ. എന്നാ പിന്നെ ജോലി രാജിവെച്ച് വീട്ടുപരമായിട്ട് ഇരുന്നാ പോരെ, വെറുതെ മറ്റുള്ളവരെ മെനക്കെടുത്താതെ. ആ വാസു, ആരെങ്കിലും വിളിച്ചാ ഞാൻ ആ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ DMO ഓഫീസിൽ പോയി എന്ന് പറയണം. മേഡത്തിന്റെ ക്യാമ്പിനെ കുറിച്ച് ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര പേരാ. എന്തൊരു സേവന മനോഭാവം. ഇനിയിപ്പൊ സുഖായില്ലേ? കുറച്ച് ദിവസത്തേക്ക് നഴ്സറിയിലൊന്നും പോണ്ടാലോ. ഇനി ഏട്ടന്റെ കൂടെ അടിപിടി കൂടുമ്പോ സൂക്ഷിക്കണം ട്ടോ. അരുൺ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഒരു പൂപ്പുഞ്ചിരി? ഹേയ്, ഒന്നുമില്ല. പ്രഥമനും പാൽപ്പായസം അകമ്പടിയായി ഒരു സദ്യ കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത് തന്നെ. ലീവ് എടുത്ത് ഒരു ദിവസം ഗുരുവായൂർ വെക്കുള്ളൂ. ഇപ്പൊ കല്യാണങ്ങളുടെ സീസണാ. ഭഗവാനെ തൊഴാം, ഓസിന് എവിടെന്നെങ്കിലും ഞണ്ണാൻ ചെയ്യാം. വിളിച്ചു എന്ന് പറഞ്ഞു. താങ്ക്സ് പറയാൻ. ഭദ്ര പറഞ്ഞ ആ വീട് കിട്ടി. നല്ല ഭംഗിയുള്ള വീട്, വാടകയെ അഫോർഡബിൾ. പിന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ഈ നാട് കാണാനും പിന്നെ ഒരു നാട്ടുകാരിയെ കാണാനും. അതിനു മുമ്പെങ്കിലും എനിക്കുള്ള ആൻസർ. എന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഡോക്ടർ. ഒന്നിനുള്ള ഉത്തരവും എനിക്കറിയില്ല. ജയന്തിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവള് കണ്ടുപിടിക്കും മനസ്സിലെന്താണ്. ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള കുട്ടിയാണ് സർ. അത് പങ്കുവെക്കാനൊരാൾ അങ്ങനെ കണ്ടാൽ മതി. ആ, ഇത് നടന്നാൽ ആ കുട്ടിയുടെ മഹാഭാഗ്യം. നോ, എന്റെ. നിന്നോടാ ചോദിച്ചത്? എന്റെ കണ്ണട എടുത്ത് കിണറ്റി കൊണ്ടുപോയി ഇട്ടോ നീ? എത്ര ചോദിച്ചാലും ഞാൻ ഇല്ലാന്നേ പറയും. തൂണിൽ പിടിച്ചു കെട്ടി ചൂരിൽ മയക്കാൻ അറിയാം എനിക്ക്. സത്യം പറയാൻ അറിയാലോ. എന്താ എന്താ അവിടെ? ഈ വീട് മുഴുവൻ പരതി ഞാൻ എന്റെ കണ്ണട കളയില്ല. ഈ മൂദേവി എടുത്ത് കിണറ്റി കൊണ്ടുപോയിട്ടാ. മൂദേവി നിന്റെ അച്ഛൻ. വേണ്ട വലിയമ്മേ, തല്ലണ്ട. ഭ്രാന്ത, മുഴു ഭ്രാന്ത്. വലിയ ആശുപത്രി ഉണ്ടാക്കണം. വീട്ടിൽ പൊടിപ്പിക്കാൻ പറ്റൂല. ഇങ്ങ് വാ, ആശുപത്രി കൊണ്ടുപോയി നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഇങ്ങോട്ട് വരെ. എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കണത്? ഭ്രാന്ത് കുറച്ചുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയാൻ പാടുവോ മോളെ? വാ. എന്താന്നറിയില്ല, ആ തലച്ചുറ്റിൽ അങ്ങോട്ട് മാറണില്ല. പ്രഷർ ഒന്ന് നോക്കണം. എന്ത് നോക്കിട്ടെന്താ? പറയണ ഗുളിക സമയത്ത് കഴിക്കില്ലല്ലോ. നിനക്ക് ഇന്നും വൈകി കേട്ടോ. മതി, ബാക്കി ഞാൻ എന്താച്ചാ വെക്കോ വേവിക്കോ ചെയ്യാം. ചോറായി, കറി ഇപ്പൊ തന്നെ ആവും. അമ്മ പോയി കിടന്നോളൂ. തലച്ചുറ്റലും കൊണ്ട് അടുക്കള തിരിയണ്ട. ഞാൻ കൂടണോ കുട്ടാ? എന്റെ അമ്മേ, ഇതെന്താപ്പത്? ഈ വേഷങ്ങൾ സ്ഥിരാക്കിയോ? പഴനി പഴനി, ഹരഹരോ ഹരഹര. എന്റെ ഹരിഹരൻ എങ്ങോട്ട് പോയേ? ഹരഹരോ ഹരഹര. ഉച്ചത്തേക്കുള്ള ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്.
സമയത്തിനിവിടെ ഉണ്ടാവണം, കഴിക്കുകയും വേണം. ദാ വരണു. എടി ഭദ്രേ, എടേ ഒരു 500 രൂപ എടുത്തേ. എന്റെ കയ്യിലില്ല. നോണ പറയേണ്ട കാലത്തെ നീ എടുക്ക, ഞാനങ്ങ് തരാം. ഓ തന്നെ. ആകെയുള്ള പൈസ പലചരക്കടയിൽ കഴിഞ്ഞ മാസം നിർത്തിയത് കൊടുക്കാനുണ്ട്. അത് ഞാൻ കൊടുത്തോളാം. നീ ഇവിടുത്തെ സമയം കളയല്ലേ, തൃശ്ശൂർ എത്താനുള്ള. ഒരു വഴിക്ക് പോകുമ്പോ കീശയെ കാശില്ലാതെ എങ്ങനെയാ? ഇങ്ങോട്ട് എടുക്കടി. ഇങ്ങനെ വെന്ത് ചീഞ്ഞാ തിന്നാൻ കൊള്ളുവോ? വേറെ ഉണ്ടാക്കാം. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ. എന്റെ ഈശ്വര, എന്താ ചെറിയമ്മ കാണിച്ചേ? എന്താ? ആ ചോറിന്റെ കലെടുത്ത് ക്യാൻസലിട്ടു. എനിക്ക് വയ്യ എന്റെ തേവരെ. അത് വെന്ത് ചീഞ്ഞു പോയി ഹരഹരോ. വേറെ നല്ല ചോറ് ഞാൻ ഉണ്ടാക്കി തരാം ഹരഹരോ. പൊയ്ക്കാന്റെ മുമ്പിന്ന്, ഇല്ലെങ്കിൽ ചൂടെടുത്ത് ഞാൻ മയക്കും. ഹരഹരോ ഹരഹര. ഹരഹരോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പോകാൻ നോക്കൂട്ടിയെ, പട്ടിണി കിടക്കട്ടെ എല്ലാണോ. എടി നീ എന്തെങ്കിലും ഒന്ന് പറ. എന്തെങ്കിലും പറയണോ? പിന്നല്ലാതെ ബസ്സിന് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ വീട്ടിലെത്തുമായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാനല്ലേ ഞാൻ ഈ നടപ്പ് നടക്കണേ. പറയടി, എന്തെങ്കിലും പറ. എന്തെങ്കിലും പറഞ്ഞാ മതിയെങ്കിൽ പറയാം. പൊടി പട്ടി പെണ്ണെ, ഒന്നങ്ങ് തരിഞ്ഞ. എടി, നിനക്ക് ആ ഡോക്ടറെ ഇഷ്ടമല്ലേ? അതെ, എനിക്ക് ഡോക്ടർ അരുണിനെ ഇഷ്ടമാണ്, ഫാർമസിസ്റ്റ് വാസുവേട്ടനെ ഇഷ്ടമാണ്, പിന്നെ നിന്നെ ഇഷ്ടമാണ്, ശാരദയുടെ ഇഷ്ടമാണ്. ഈ കഴുതെ കൊണ്ട് ഞാൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്നോ? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടി ഈ ഉണ്ടത്തലയ്ക്കുള്ളില്? ഉണ്ട്, ആരോഗ്യമന്ത്രി പി ശങ്കരൻ സർ. അങ്ങനെ കല്യാണം കഴിച്ച വലിയ കുട്ടികളൊക്കെ ഉള്ള ആളാ. അതിനെന്താ? അയ്യേ, എന്താടി ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫിന്റെ തടഞ്ഞു വെച്ച ഇൻക്രിമെന്റ് പാസ്സാക്കാൻ അദ്ദേഹം വിചാരിച്ചാലേ കഴിയൂ. അത് പാസ്സായാലേ എന്റെ തൽക്കാലത്തെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ പിന്നെ ഞാൻ വേറെ ആരെയാടി ഇഷ്ടപ്പെടേണ്ടത്? എന്റെ അമ്മ പറയാറുണ്ട്, നല്ലത് നായിക്കറിയില്ല. ആണോ? മോളെ കുറിച്ച് അമ്മയ്ക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട് എന്തായാലും. എന്റെ അമ്മേ, എന്താ പ്രശ്നം? ഇത്ര ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. തടി കുറയ്ക്കാനുള്ള ഓട്ടോ ആണെങ്കിൽ വാഹനങ്ങൾ ഇല്ലാത്ത വഴികളാവും നന്നാവുക. അമ്മേ, ഇതാണ് ഭദ്ര. ചേടാ, ഇതെങ്ങനെ? നിന്റെ മുഖത്തുണ്ടല്ലോ ഒരു എളിപ്പിയ ചിരി. അല്ല, ഇത് എവിടുന്ന ഓടി വരണേ? വല്ല പട്ടിയും കടിക്കാൻ വന്നോ? പട്ടിയല്ല, എരുമ. എരുമ കടിക്കാനോ? വാ കേറ്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ പൊയ്ക്കോളാം. അമ്മ വിളിക്കാഞ്ഞിട്ടായിരിക്കും. നീ വിളിച്ചു കഴിഞ്ഞില്ലേ ആദ്യം? വാ മോളെ. അയ്യോ വേണ്ടമ്മേ. അയ്യോ, ആരാ അത്? ഭ്രാന്ത, കല്ലൊക്കെ എടുത്തെറിയ. ഞങ്ങള് വന്ന രക്ഷയായിന്ന് പറ. കേറാലോ? കേറിക്കോ കേറിക്കോ. മനുഷ്യന്റെ പിത്തടക്കിയാലോ ഓരും പട്ടോളം. താമസിക്കാൻ നല്ലൊരു വാടക വീട് കിട്ടി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടാവുന്ന ഉറപ്പാ. അരുൺ ഫോണിൽ പറഞ്ഞപ്പോ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. നല്ല വീട്, നല്ല നാട്. എന്റെയും ദേവിയുടെയും ഒക്കെ നാട് മഞ്ചേശ്വരത്താ, എക്സ്ട്രീം നോർത്ത്. വന്നിട്ടുണ്ടോ ആ വഴിയൊക്കെ? ഇല്ല. കാപ്പിയാണോ ചായയാണോ ഇഷ്ടമെന്ന് ദേവി ചോദിച്ചത് ഞാൻ കേട്ടില്ല. അയ്യോ സോറി, കാപ്പിയാണ്. ഇഷ്ടാവോ? മതി, എന്തും ഇഷ്ടാണ്. ഗുഡ്. ഞാനും അതെ. ഒരിക്കലും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആതിഥേയരുടെ മുന്നിൽ പ്രകടിപ്പിക്കില്ല. അവർ തരുന്നത് എന്തായാലും സ്വീകരിക്കും. ബാബുജിക്ക് നല്ലൊരു ലിസണറിനെ കിട്ടിയിട്ടുണ്ട്. നന്നായി. ബാബുജിക്ക് ഒരാളെ ഇഷ്ടായി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ഇതെന്താ ഇവർ രണ്ടുപേരും എന്നെ ഒരേ പേര് വിളിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും. ഭാമ. ബാബു ഭദ്ര, നോട്ട് ഭാമ. ഓ, ഭാമ എന്റെ. യെസ്, ജയന്തി പറഞ്ഞു. സിസ്റ്റർ അമ്മേ. ആ കുട്ടി മെഡിസിൻ പഠിക്കുക. ഐ തിങ്ക് ഷീ ഈസ് ഡൂയിങ് ഹർ ഹൗസ് സർജൻസി. ഓ അതെ. നീ ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? അതിപ്പോ ഒന്നും പറയാറുമില്ല, ഒന്നും കേൾക്കാൻ നിൽക്കാറുമില്ല. ഇന്നറിയാതെ കാറി കയറി പോയതല്ലേ ആ ഭ്രാന്തി കാരണം. ഞാൻ ആ പേരിൽ നിന്ന് തുടങ്ങാം. എന്റെ പേര് മുസാഫിർ ബാബു. അരുണിന്റെ അമ്മയുടെ പേര് ദേവി. കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടല്ലോ.
ഞങ്ങൾ രണ്ട് മനുഷ്യർ മാത്രമാണെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഓർ ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. മോൻ ജനിച്ചപ്പോ അവൻ ഞങ്ങളെ എന്ത് വിളിക്കണമെന്ന് ഒരു ധാരണയില്ലായിരുന്നു. അമ്മയെന്ന വാക്ക് ഉറച്ചു തുടങ്ങിയപ്പോ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാവണം. ബാപ്പയ്ക്കും അച്ഛനും പകരം ബാബുജിന്ന് വിളിച്ചു തുടങ്ങി. തെരഞ്ഞെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഞങ്ങൾ ഇവന് കൊടുക്കാറുണ്ട്. എന്ത് കാര്യത്തിലും ഞങ്ങൾക്കിവനെ വിശ്വാസമാണ്. ഇവന് തെറ്റുപറ്റില്ല എന്നുള്ള വിശ്വാസം. ഇത്രയൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളൂ. ഈ വീടിന്റെ സ്വന്തം ആവാൻ ഞങ്ങൾ ക്ഷണിച്ചാൽ വരില്ല ഇയാള്? അരുൺ, അരുൺ, നിന്റെ അമ്മ ധൃതി കൂട്ടുന്നു. അധികമൊന്നും കാത്തിരിക്കാൻ വയ്യ അവൾക്കെന്ന്. ഭാഗ്യവാനാ നീ. നല്ല മോളാ അവള്. ാലിയുമായി വരും നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികേ മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാംഗല്യം രാവിൽ കാലിലക്കാലിയുമായി വരും നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികേ മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കൂ മൈനേ നിറമംഗളമരുളൂ കോകിലമേ, വരവേൽക്കൂ മൈനേ നിറമംഗളമരുളൂ കോകിലമേ, ദുരഭിലമായൊരു മണിയറമെനയും മധുവനം മാനസമേ. ആലിലത്താലിയുമായി വരും നീ തിങ്കളേ ഇതിലേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികേ. ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടെ കനകാങ്കുലീയമണിയുന്ന ദേവസവിധേ വിലോലനീയേ. ചന്ദനക്കുറിയണിഞ്ഞും
നറുകുങ്കുമത്തിലകമോടെ കനകാങ്കുലീയമണിയുന്ന ദേവസവിധേ വിലോല നീയേ ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവനിലാവളിയിൽ ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനവനിലാവളിയിൽ പുതിയൊരു ജീവിത മണികയിലുണരും കുറുമൊഴി മുള്ളകളെ ആലിലത്താലിയുമായി വരും നീ തിങ്കളെ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികേ മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലയുമൊരു മാനത്തായി മുകിലകല മറയുമൊരു യാമത്തിൽ അനുരാഗമലയുമൊരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായരികേ കഴിഞ്ഞില്ലേ കൂട്ടലും കഴിക്കലും? നേരം കൊറേ ആയി. കിടക്കാൻ നോക്കൂട്ടിയേ. ഈ മാസത്തെ ബഡ്ജറ്റും പൊളിഞ്ഞു. കടത്തിന്റെ മേലെ കട. ആന്റണി ഗവൺമെന്റ് എടുത്ത പോലെ ADB വായ്പ എങ്ങാനും എടുക്കേണ്ടി വരും എന്റെ പ്രശ്നങ്ങൾ തീരാൻ. ബാമയ്ക്ക് എന്തോ പണം കൊടുത്തേക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ കൃഷ്ണ. ചില്ലറയൊന്നും അല്ല, 5000 ഉറുപ്പിയ. ഇന്നതൊന്ന് ഒത്തുകിട്ടിയേ. പാട്ടപ്പേര് തന്നെ വേണ്ടി വന്നു. അവളുടെ പഠിപ്പ് തന്നെയാ നിനക്ക് ഇത്രയും ഭാരം ഉണ്ടാക്കിയത്. എന്നാൽ എന്താ അമ്മേ, ഇനി അധികം നാളൊന്നും ഇല്ലല്ലോ പുറത്തൊരു ബോർഡ് വെക്കാൻ. ഡോക്ടർ ഭാമ തെച്ചിക്കാട് MBBS. ഒരു കുളൂസല്ലേ അതിൽ നോക്കി നിൽക്കുമ്പോ. എത്ര നാളായി ഞാൻ ഒരു അവസരം നോക്കി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാ നിന്നെ ഒന്ന് കൈ കിട്ടിയത്. പനച്ചിത്ര ചാത്തനാ സ്വപ്നത്തിൽ വന്ന് വെളിപ്പെട്ടത്. നിന്നെ കൊണ്ടുപോയി കിണറ്റി തള്ളിയിട്ട് അത് മൂടണമെന്ന്. ഇന്ന് ഞാനത് നടപ്പാക്കും. കിടന്ന് പിടയ്ക്കണ്ട, ഇങ്ങോട്ട് വരാൻ. എന്താ പല കള്ളന്മാരും കയറിയോ? തെച്ചിക്കാട്ടിൽ അച്യുതൻകുട്ടിയുടെ വീട്ടിൽ വേറൊരു കള്ളം കയറ്. അച്ചൂട്ടിയെ ഇതങ്ങോട്ട് സ്വീകരിച്ചോളണേ എന്റെ പനച്ചിത്ര ചാത്ത. അച്ചൂട്ടിയെ ഞാൻ അപ്പുറത്തൊന്ന് നോക്കിട്ട് വരാം. കുടുങ്ങിയല്ലോ എന്റെ ചാത്ത, മിണ്ടിപ്പോരുത്. ദൈവമേ, ചെറിയമ്മേ, എന്തായി കാണിക്കണേ? അമ്മേ ഓടി വാ. വിടില്ല, മാറി നിൽക്കൂ. ഇയാളെ കിരട്ടി തള്ളിയിട്ട് അത് മൂടണം. തറവാടിന്റെ സമസ്ത പ്രശ്നങ്ങൾ അപ്പോഴേ മാറും. സ്ഥിരബുദ്ധിയില്ലാണ്ട് കാട്ടണല്ലേ? സ്ഥിരബുദ്ധി തെളിയാനായത്. കൊലക്കുറ്റത്തിന് ബാക്കിയുള്ളവർ കൂടി അകത്താക്കാനാ പ്ലാൻ. ഒന്നെങ്കിൽ ചങ്ങലക്കിടണം, ഇല്ല അച്ഛ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി അടയ്ക്കണം. എന്റെ കണ്ണു മുമ്പിൽ കാണരുത്. എന്റെ മുണ്ട് കുപ്പായ എടുത്തേക്ക് ഞാനിപ്പോ പോവാ എന്റെ വീട്ടിലേക്ക്. ഇന്നിനി ബസ് ഉണ്ടാവും. എന്താ ഇവിടെ പതുങ്ങി നിക്കണേ? കിണറ്റിൽ എന്തെങ്കിലും കൊണ്ട് നിക്ഷേപിക്കാനാണ് പരിപാടിയെങ്കിൽ വേണ്ടാട്ടോ. ഞാൻ അച്യുതൻകുട്ടിയേട്ടനെ വിളിക്കും. ഞാൻ പോയി. അതാ നല്ലത്. എന്റെ രാമോരെ തൽക്കാലം നീ ഇത് പിടിക്ക്. അഞ്ച് ബാക്കിയോ? ബാക്കി ഇതുപോലെ തരാം. എന്നെ ഇനി ഇങ്ങനെ നടത്തിക്കരുത്. നടക്കേണ്ടി വരും. എടാ നിന്റെ കാശ് എന്റെ ഇലവ ഞാൻ എത്ര നടന്നു. ഇനി ഇത് നിന്റെ കിട്ടാൻ നീ ഇന്ന് അടക്കണം. പോനല്ലേ പറഞ്ഞ കൊടുത്ത തന്നെ വേണം പറയാൻ. അമ്മേ, ഈ അലമാരിയിൽ വെച്ച കാശ് കാണില്ല. അച്ചൂട്ടി ഇതിനകത്ത് കയറി പമ്മി തിരയുന്നത് ഞാൻ കണ്ടു. മോളെ, അവൻ കട്ടതാവും. ഒഴിഞ്ഞു.
ആ തെക്കുംപുറത്തൊരുത്തരുണ്ടല്ലോ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു എന്താ അവന്റെ പേര്, അവന്റെ ഭാര്യയ്ക്ക് ഒരു ട്രാൻസ്ഫർ വേണമെന്ന്. മിനിസ്റ്റർ ഞാനും ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ട് വന്ന തിരുവനന്തപുരം വരെ ഒന്ന് പോയാൽ മതി, ഉറുപ്പി 50,000, അത് മുൻകൂർ തരാമെന്ന്. മുഖമടച്ചൊരു ആട്ടു കൊടുത്തിയാൻ അച്യുതൻകുട്ടിയെ കൂടി അഴിമതിയുടെ അഴുക്കിയാലും വീഴ്ത്താനാ. ഏട്ടാ നീ എന്റെ ഷർട്ട് മുണ്ട് വിസിരിട്ടോ. ആ പണം ഇങ്ങ് തന്നേക്ക്. ഏത് പണം? ഭാമയുടെ ആവശ്യത്തിനു വേണ്ടി പലരുടെ കയ്യിൽ നിന്ന് വേർന്ന് ഞാൻ ഉണ്ടാക്കിയ രൂപയത്. അവളോട് പറഞ്ഞ അവധിയല്ല ഇപ്പൊ തന്നെ തെറ്റി. ഇന്നെങ്കിലും അവക്കത് കൊടുത്തയച്ചില്ലെങ്കില്. എന്താ മനസ്സിലായില്ലേ? നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ നിന്റെ പണം കട്ടുന്നു. ഏട്ടനെടുത്തുണ്ടാവും. നീ കണ്ടോടി ഞാൻ എടുക്കുന്ന? വേറെ ആരും അത് ചെയ്യില്ല. അതിങ്ങ് തരൂ ഏട്ടാ. ഗതി കെട്ട് നിക്കാ ഞാൻ. ഇനി കൈ നീട്ടാൻ അറിയണ ആരും ഈ നാട്ടിലില്ല. കുരുത്തം കെട്ടവളെ, അച്ഛൻകുട്ടി എന്നെ കള്ളനൊക്കെ നീ അച്ഛൻകുട്ടി മഹാഭാവം ചെയ്യല്ലേടാ. ഞാൻ എന്റെ മുഖത്തൊക്കെ ഞാൻ കള്ളനെന്ന് പറഞ്ഞ് എവിടെ ഉണ്ടല്ലോ. തള്ളിക്കോട്ടമ്മേ, എനിക്ക് ആ പണം തിരിച്ചു തന്നാ മതി. പിന്നെയും പറയണ കേട്ടോ, കണ്ടവന്റെ പുണ്ണും പഴുപ്പും തോണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവിടെ എച്ച് കാശ് കട്ടെടുക്കേണ്ട ഗതികേട് അച്ഛൻകുട്ടിക്ക് വന്നിട്ടില്ല. ആടാ അങ്ങനെ അവൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന കാശ് കൊണ്ട് 3 നേരം മിഷ്ടാനം തിന്നുന്ന നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് ഗതികേടാണ് വരേണ്ടത്? ചവിട്ടി കൊന്നോളഞ്ഞ അഹങ്കാരം ഞാൻ മാറ്റിത്തരാം എല്ലാറ്റിന്റെ. ക്ഷമയ്ക്കൊരതിരുണ്ട്. എന്റെ പേരിലെ ഈ വീടും പറമ്പൊന്നും മറക്കണ്ട. കിട്ടുന്ന വിലക്ക് ഇതും വിറ്റിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. പിന്നെ പെരുവഴിയിൽ ഇറങ്ങി തെണ്ടേണ്ടി വരും തള്ളയും മക്കളും. ഈ തള്ളയ്ക്കും മക്കൾക്കും വേണ്ടി സ്വന്തം ജീവിതം മറന്ന ഒരു പെണ്ണ് പോലും കെട്ടാതെ ജീവിച്ച എന്നോടായി നെകളിപ്പ് കാട്ടണം. കാശ് കെട്ടുന്നു. ഇക്കാലം കൊണ്ട് അച്ഛൻകുട്ടി ഇടത്തെ കൈ കൊണ്ട് ചെലവാക്കിയ കാശിന്റെ കണക്കെടുത്താൽ അത് ലക്ഷങ്ങളാ. ഇക്ക ഇത് തന്നെ വീട്. ഈ വണ്ടി എന്റെ എടുത്തൂട്. അച്ചോട്ടാ ആരാടാ? കോള, നല്ല ബെസ്റ്റ് കോളാ. അച്ചോട്ടാ നമസ്കാരം. എവിടെന്നാ? അച്ചോട്ടാ ബിച്ചുവാ. ഏത് ബിച്ച? അലുവിയാജി ചാവക്കാട്ടെ ഡ്രൈവർ ബിച്ചു. ഞാൻ ഇപ്പൊ മൂപ്പര കൂടിയാ. നീ അലവിയാജിയെ വാഷ് ചെയ്ത് കിടത്തി പുതിയ കേസ് പിടിച്ചോ. ഇതാരാടാ? ഉണ്ണി അവറാൻക. കൂടെയുള്ളത് മോന ഉണ്ണി മോയി. മൂപ്പര് ചെറിയൊരു കുടുക്ക് പെട്ടിരിക്കും. നിങ്ങൾ വിചാരിച്ചാലേ കഴിച്ചിലാക്കാൻ പറ്റും. ഗുണം ഉണ്ടാവോ? ഉണ്ടാവും. നിങ്ങളൊന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ? ഞമ്മക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം. നിങ്ങളെ വിളിച്ചോണ്ടാവാൻ വന്നതാ. വരാൻ എനിക്ക് സമയവും സൗകര്യം ഉണ്ടോന്ന് ആദ്യം ചോദിക്കണം. ഫീൽഡ് പൊളിറ്റിക്സ് ആണെങ്കിലും 24 മണിക്കൂർ സൗജന്യ സേവനത്തിന് തയ്യാർ എന്ന് പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടില്ല. ഉണ്ടോ? ഉപ്പ നിങ്ങൾ വിവരിക്കട് പറയല്ലേ. സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണം. ഒരു പേഴ്സണൽ മീറ്റിംഗ് ആണ്. കൂടെ വരാൻ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് എവിടെയും ചെന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു എക്സ്ക്ലൂസീവായ. അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുക. ഞമ്മള് ബേജാറോണ്ട് പറഞ്ഞ നിങ്ങളെ ക്ഷമിച്ചാളെ. സാറ് വണ്ടിയിലേക്ക് കയറി. 1 minute. കണ്ടോടി, ആണുങ്ങളെ കാണാൻ യോഗ്യന്മാര് വരുന്ന കണ്ടോ? വരും. അതാണ് തെച്ചിക്കാട്ടച്ചതും കുട്ടിയുടെ സ്റ്റാറ്റസ്. വണ്ടി എടുക്കണോ? ഹലോ, ആർബി സാറുണ്ടോ? ആരാ? ഇത് മിസ്റ്റർ അച്യുതൻ കുട്ടിയാണ്. ഫിലിപ്പാണോ? നമസ്കാരം. തെച്ചിക്കാടാണേ. അതെ, നമ്മുടെ പാർട്ടീസ് ഇവിടെ ഉണ്ട്. ഫണ്ട് റെഡിയാവാൻ ഒരു ചെറിയ ഡിലേ. സാർ ഹൈദരാബാദ്, ബാംഗ്ലൂർ വന്നിട്ട് ദുബായ്. ഓഹോ, ഞാൻ നേരിട്ട് വരാം. യെസ്, ഫണ്ട് റെഡിയാവും. നോ ചേഞ്ച്. ഓക്കെ. ആർബി ഹൈദരാബാദില. നായിഡു വിളിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ എത്തും. അവര് ഭയങ്കര ക്ലോസ് അല്ലേ? ആർബി നായരാണോ SM കൃഷ്ണയാണോ കർണാടക ഭരിക്കുന്നത്? ടോപ്പ് ലെവലിൽ ബാംഗ്ലൂരിലെ ടോക്ക് അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയ്ക്ക് സമുദായ സ്നേഹിയായ ഒരു മനുഷ്യൻ പ്രതിയാണോ വാദിയാണോ എന്ന് നോട്ടമില്ല. ആള് നായരാണെങ്കിൽ സ്പെഷ്യൽ പ്രിഫറൻസാ. 10 ലക്ഷം തികച്ചെന്നെ കൊടുക്കണം അല്ലേ സാറേ? ചാമരാജനഗറിലും ഹുസൂറിലും 4 ഗ്രാനൈറ്റ് ക്വാറിയാണ് പകരം ഉണ്ണിയവറാനെ കയ്യിലേക്ക് വരുന്നത്. വാപ്പയ്ക്കും മോനും പിന്നെ ഈ പിച്ചയ്ക്കും കൂടി ഇനിയുള്ള കാലം മുഴുവൻ കല്ല് പൊട്ടിച്ചും കയറ്റിയച്ചും കളിക്കാം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ മുന്നിലുള്ളൂ. ആ വഴി തുറക്കാനാ ഈ 10 ലക്ഷം. വെണ്ടർ ശിവൻപിള്ളയുടെ മോൻ കൃഷ്ണകുമാറാണ് തൽക്കാലം സഹായിക്കാൻ നിക്കനോട് ഏറ്റിരിക്കുന്നത്. ആളെ അറിയില്ലേ? ഏത് പിള്ളേരുടെ മോനായാലും വേണ്ടില്ല. ആർബി നേർ അടുത്തവണ നാട്ടിൽ വരുമ്പോ നമ്മൾ പോകുന്നു, ക്യാഷ് മുന്നിൽ വെച്ച് കാര്യം നേടിയെടുക്കുന്നു. മുങ്ങിച്ചാവണോന്റെ മുമ്പിൽ കിട്ടണ കച്ചത്തുരുമ്പാ ഇത്. പടച്ചോനെ, ഇതില് ഈ എന്നെ കര കയറ്റി തരണേ. ഇതില് രക്ഷപ്പെട്ടോളെന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണകുമാർ പണം തരുന്നത്. ഇന്റെ മുഴുവൻ കഥ ആ കുട്ടിക്ക് അറിയാം. കാര്യമെല്ലാം നടന്നു കഴിഞ്ഞാ പിന്നെ
ഈ കുട്ടിയെ മറക്കാതിരുന്നാ മതി. അത് ചേടാ അങ്ങനെ കാണാൻ ഒക്കുകയല്ല. ഗുരുവായൂർ തൊഴാമെന്ന വരവാ. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സേലത്ത് പോകുന്നതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പാ. ഈ തള്ളും തിരക്കം കണ്ടിട്ടേ എന്നെ പറയാത്ത തെറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനില്ലേ ഫിലിപ്പേ? തെച്ചിക്കാടാ. വാ വാ, നിങ്ങളൊന്നും ഇങ്ങോട്ട് മാറിയുന്നേ പ്ലീസ്. കൊണ്ടുവന്നിട്ടുണ്ടോ? റെഡി. വാ, എല്ലാരും കൂടെ വേണ്ട, അച്ഛൻകുട്ടി മാത്രം വാ. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ ഇവിടത്തേക്ക്. സാറേ, പടച്ചോനെ നല്ലോണം വിചാരിച്ചിട്ട് വേണത് കൊടുക്കാൻ. ഞാൻ ഇന്നെ തന്നെ പണയം വെച്ചിട്ട് വാങ്ങിയ കാശാ. എടോ, ഈ പെട്ടിയിൽ RB സാറ് തൊടുമ്പോ തന്റെ ജാതകം മാറിയെന്ന് കുട്ടിക്കോ? ആ ഫിലിപ്പേ, അച്യുതൻകുട്ടി നായരുടെ ഫയൽ എന്റെ പേഴ്സണൽ ബാഗിൽ തന്നെ വെക്കണം. ബാംഗ്ലൂരിൽ ചെന്നാ മറ്റു പ്രോഗ്രാംസ് ഒക്കെ മാറ്റിവെക്കുക. പ്രയർ ഇമ്പോർട്ടൻസ് ഈ പ്രശ്നത്തിനാവണം. ആൻഡ് വിത്തിൻ അവേഴ്സ് എനിക്ക് റിസൾട്ടും കിട്ടിയിരിക്കണം സർ. തിരക്കാണ് അച്യുതൻ നായരെ. ബാംഗ്ലൂർക്ക് വരണം. സ്വസ്ഥമായി കുറച്ച് സമയം നമുക്ക് അവിടെ കിട്ടും. ഓ, യു ആർ എ ഗ്രേറ്റ് മാൻ സർ. എന്റെ കുട്ടി, നീ അയാളുടെ അച്ഛനമ്മയും കണ്ടില്ലേ? അങ്ങനെയുള്ള കൂട്ടരോടെ കഴിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നീ ചെയ്ത പുണ്യത്തിന്റേതാ. പിന്നല്ലാതെ. അതിനൊന്നും ഞാൻ എതിര് പറയണില്ല വാസുവേട്ടാ. പിന്നെ എന്തിനാണ് നീ ഈ എതിര് പറയണേ? അതൊന്ന് കേക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വീടിന്റെ സ്ഥിതി, ഭാമയുടെ പഠിത്തം. നീ വീടും വീട്ടുകാരെ മറന്നിട്ട് കൂടെ പോണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. നിന്റെ പ്രയാസങ്ങൾ മുഴുവൻ പങ്കുവെക്കാൻ ഒരാളായിട്ട് കൂട്ടാനാ വാസുവേട്ടനോട് പറഞ്ഞത്, അല്ലേ വാസുവേട്ടാ? ഈ അച്ഛനും അമ്മയും രണ്ട് ജാതിയാന്നുള്ള കാര്യം എല്ലാ അച്ഛനും അമ്മയും രണ്ട് ജാതി തന്നെയാ, ആണും പെണ്ണും. അതൊക്കെ വാസുവേട്ടൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ. ആദ്യം വീട്ടിൽ അമ്മയോട് കാര്യം പറ, അത് ടീച്ചർ ഹാൻഡിൽ ചെയ്യും. ബാക്കി ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാൻ മുടക്കൊന്നും പറയണില്ല. ആരച്ഛ ഹാൻഡിൽ ചെയ്യൂ. വാ ഭദ്രേ, ഈശ്വര നിശ്ചയമായതെന്ന് കരുതുകൂട്ടി. കാലം കുറച്ചായില്ലേ നീ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ചേച്ചി. യോ, ആ പയ്യനെ ചേച്ചി ഒന്ന് കാണണം. നല്ല തങ്കപ്പെട്ട കുട്ടിയാ. ഓവറാക്കണ്ട. നീ പൊടിയോടുന്നു. അല്ല, ഇവളിങ്ങനെ മദർ തെരേസയ്ക്ക് പഠിക്കണോണ്ട് ആർക്കാ ഇപ്പൊ ഗുണം? ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ടാണെന്ന് പറഞ്ഞാലും അതിന് ഇവിടെ തനിച്ച് സഹിക്കേണ്ട കാര്യമില്ല. അച്ഛൻകുട്ടിയേട്ടൻ ഒരു പെണ്ണ് കെട്ടിക്കൂടെ? ആരെ കിട്ടാനാ? ഏതെൽപ്പോ ഓവറായി എന്ന് വെച്ചാലും മരുന്നിനെങ്കിലും ഒന്നിനെ കിട്ടാണ്ടിരിക്കൂ. മഹാഭാവം പറയല്ലേ. എന്നിട്ട് വേണം ഞാൻ വേറൊരു പെണ്ണിന്റെ കണ്ണീരും കൂടി കാണാൻ. ബാമ പഠിത്തം കഴിഞ്ഞ് വരട്ടെ. എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്. ഇനി അവള് നോക്കണേ ഇവിടത്തെ കാര്യങ്ങള്. ഇനി ഇല്ലാന്നാ പറയണതെങ്കില് 3 തള്ളാരുടെ ജീവൻ ഒടുക്കിട്ടെങ്കിലും നിന്റെ മോക്കൊരു ഭാവി ഉണ്ടാവണം. അമ്മ എന്തൊക്കെയാ പറയണേ? ഞാൻ അവളെ വിളിച്ചെന്ന് കാര്യം പറയട്ടെ. വിളിക്ക്. ഇത് കേൾക്കുമ്പോ അവക്കും സന്തോഷേ ആവുള്ളൂ. വിളിക്കടി. എനിക്കൊന്ന് ആലോചിക്കണം. അങ്ങനെ എടുപിടിയെന്നൊരു തീരുമാനം പറയാ വയ്യ. പറയില്ല. പറഞ്ഞാ തന്നെ കോനിഷ്ടല്ലാതെ ഒന്നും ആ തിരുവായിൽ നിന്ന് വീടില്ലല്ലോ. അവർക്ക് ഒരു ഡിമാൻഡും ഇല്ലെന്നാ പറയുന്നേ. കുട്ടിയെ കൈപിടിച്ചങ്ങ് ഏൽപ്പിച്ചാ മതി. അങ്ങനെ കൈപിടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇത് കാളക്കച്ചവടമല്ല. ഏത് കൂട്ടരാണ്, എവിടത്തെയാണ് എന്നൊക്കെ അറിയണം. പയ്യന്റെ സ്വഭാവ വിശേഷം അതൊക്കെ മനസ്സിലാക്കണം. കുട്ടി തെച്ചിക്കാട്ടയാ. അതൊക്കെ തന്നെയല്ലേ ഇത്ര നേരം വാസുവേട്ടന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ MBBS ഡോക്ടർമാർ ലക്ഷങ്ങളും കാറും ചോദിക്കുന്ന കാലത്താ. MBBSന്റെ വലുപ്പമൊന്നും പറയണ്ട. ഒരുത്തിയെ ഞാനും പഠിപ്പിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ, അപ്പൊ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും കുറവ് കാണും. മഞ്ചേശ്വരം സ്റ്റേഷനിലേക്ക് ഞാനൊരു മെസ്സേജ് കൊടുക്കാം. അവിടെ നിന്ന് ആരെങ്കിലും പോയി തിരക്കട്ടെ. എന്റെ ധർമ്മേട്ട, പോലീസുകാരെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? അവർക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്. അതിനിപ്പോ പോലീസുകാരുടെ സഹായം ഒന്നും ആവശ്യമില്ല. ഒരുത്തന്റെ വേറെ റൂട്ട്സ് അറിയാൻ അതിപ്പോ മഞ്ചേശ്വരത്തായാലും പാറശാലയിലായാലും അച്യുതൻ കുട്ടിക്കുന്ന ആളുകളുണ്ട്. കേട്ടിടത്തോളം നല്ല ബന്ധമാ. നീ ഒന്ന് സമ്മതം പറഞ്ഞാ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. അപ്പോ അവരോട് വരാൻ പറയല്ലേ? അച്ഛൻകുട്ടിയെ വന്നു കേറണ ശ്രീയെ. വന്നു കയറുന്ന ശ്രീയാണോ ചേട്ടയാണോന്ന് അറിയാൻ. വരട്ടെ. ഹോ, എന്നെ മൂടാടിക്കാവില്ല. കുട്ടിക്കൊരു ആലോചന വന്നാൽ ഒരു നാട്ടെടുപ്പില്ലേ എന്നെ ഒന്ന് വിളിപ്പിക്കുക എന്നുള്ളത്? ഇപ്പൊ ഇത്തിരി ക്ഷീണകാല തെച്ചിക്കാട്ടുകാർക്കുള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഒരു ഡോക്ടർ എങ്ങനെ വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അന്വേഷണത്തിൽ അറിഞ്ഞിട്ടുണ്ടാവൂ എന്റെ പെങ്ങളുടെ കുട്ടിയാന്ന്. പിന്നെ തീരെ ചാൻസ് ഇല്ലല്ലോ. അച്യുതൻ കുട്ടി ഒരു അരസമ്മതം മൂളി നിൽക്കുക. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കുളം കലക്കണ്ട. ഇവിടം വരെ എത്തിയല്ലോ, ഭാഗ്യം. നിനക്ക് കമ്മീഷൻ കിട്ടോ ഡോക്ടറുടെ കയ്യിന്ന്? അത് വേണ്ടേ? നിന്റെ കയ്യിന്ന് വാങ്ങും. കിട്ടും എന്റെ കയ്യിന്ന്.
അതെ, കാപ്പി എടുക്കാറായോ? ഇത് ശാരദടുത്തേ, എനിക്ക് വയ്യാട്ടോ ഈ ഒരുങ്ങിക്കെട്ടലും കാപ്പി കൊടുക്കലും. ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ ചിലരുണ്ട് ഇവിടെ. ആ, ഒന്ന് ചോദിക്കാൻ മറന്നു. ആ, എവിടെ? ആരെ? പഴനിമല പാൽക്കാവടി. നിക്ക്, വരണു. ആലോചനകൾ പലതും വന്നതാ. തെച്ചിക്കാട്ടുകാരുമായൊരു ബന്ധം മോഹമുണ്ട് പലർക്കും. പക്ഷേ നമ്മുടെ സ്ഥിതിക്കും നിലയ്ക്കും ചേരണ്ടേ? ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും ഇത് തന്നെ ഇപ്പൊ ഞാൻ യെസ് പറഞ്ഞത്. പയ്യനും പെണ്ണും ഒരേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയതുകൊണ്ടാ. ഹെൽത്ത് എന്ന് പറയുമ്പോ മിനിസ്റ്ററിന്റെ സ്വന്തം ആളാ. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ ജോലിക്കാൻ വിടുന്നത്. കുട്ടികൾ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരുത്തേ ഞാൻ മെഡിസിൻ അയച്ചു. ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു സർവീസ് ആണല്ലോ. അപ്പൊ സ്വദേശം അങ്ങ് വടക്കാണല്ലേ? നിങ്ങളും ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത്? അലോപ്പതി തന്നെയാണോ? ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും പേരുള്ള ആളായിരുന്നു. അത് റിസൈൻ ചെയ്തു. ഇപ്പൊ നാട്ടിൽ തന്നെ ചെറിയൊരു ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അയ്യോ, അത് വേണ്ടായിരുന്നു. നാട്ടിലൊക്കെ പണിയെടുത്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? പണമല്ല, മനസ്സിന്റെ തൃപ്തി അതാ വലുത്. ആ കാര്യത്തിൽ തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി നിങ്ങൾ ഒരേ സ്റ്റാൻഡില. പണത്തിന്റെ വലിപ്പം പറഞ്ഞ് ചിലര് പടിയേറി വന്നിട്ടുണ്ട്. പെണ്ണും ചോദിച്ച് അവരെ അച്യുതൻകുട്ടിയുടെ തനി നിറം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും എന്താടി? കാപ്പി എടുക്കട്ടെ? ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിറങ്ങിയതല്ലേ. അയ്യോ, അതല്ല, ഭദ്രേ കാപ്പിയും കൂടെ തയ്ക്കട്ടെ എന്ന്. അയച്ചോ. ആ, പിന്നെ എനിക്ക് മധുരം കുറച്ചെടുത്താ മതി. എന്റെ കൃഷ്ണ, യശോദരാമേ, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലേ? നമ്മുടെ ഭദ്രക്കുട്ടിക്ക് ഒരു ജീവിതം കിട്ടണതാ. തല്ലിക്കെടുത്താൻ പാടില്ല നമ്മളായിട്ട്. അയ്യോ, ഇതെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, ഇതെന്തിനാ? ഇതെങ്കിൽ തന്നേക്കൂ. എന്റെ ദൈവങ്ങളെ കാത്തോളേ. ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങി എന്ന് പറയുന്നതിനേക്കാൾ പൊളിറ്റിക്സ് എന്നെ ഇറക്കി എന്ന് പറയുന്നതാവും ശരി. എന്ന് വെച്ചാൽ എന്തിനും ഏതിനും നാട്ടുകാർ ഓടി വരേണ്ട പൂമുഖ തെച്ചിക്കാട്ടെ. അത് അച്ഛന്റെ കാലം തൊട്ടേ അങ്ങനെയാ. പിന്നീട് അത് തെച്ചിക്കാട്ടെ അച്യുതൻകുട്ടി ഇല്ലാണ്ട് നാട്ടിലൊന്നും നടക്കില്ല എന്നായി. അറിയാമല്ലോ, ഒരു സർവീസ്. അയ്യോ, ആരോടും എന്തോ പറയാനാ. ചെറിയമേ, എന്തായി കാട്ടണേ? അകത്തേക്ക് പോവാ, അകത്തേക്ക് പോവാ. ചെറിയമേ പറഞ്ഞാട്ടില്ലേ, അകത്തേക്ക് പോകാൻ. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അമ്മൂമ്മേ, ഈ വക സങ്കര ജാതികൾക്ക് കൊള്ളാവുന്ന തറവാട്ടിൽ നിന്നും പെണ്ണ് കിട്ടില്ല. തെച്ചിക്കാട്ടുകാര് ശുദ്ധാത്മാക്കളാണെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവൂല്ലേ? ശുദ്ധതയൊക്കെ വേണ്ടിടത്ത് ഈ ജാതി കള്ളത്തരം കാട്ടിയാൽ അതിനുള്ള പണിയും അറിയാം. അച്യുതൻകുട്ടി, ശോഭമാവാം, പക്ഷെ പരിധിയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കള്ളമാരും പറഞ്ഞിട്ടില്ല, പറയാൻ ചിട്ട കെട്ടിട്ടുമില്ല. വാസു അത് മനഃപൂർവ്വം ഒളിച്ചു വെച്ചെങ്കിൽ ഒരു നന്മ, ഒരു നല്ല കാര്യം ഛേദമില്ലാതെ നടക്കട്ടെ എന്ന് കരുതിയാണ്. ഛേദമുണ്ട്. ജാതി ഏതാന്ന് ചോദിച്ചാൽ മോന്തായ ഉണ്ട ഗതികേടുള്ള ഒരുത്തര് തെച്ചിക്കാട്ട് അച്യുതൻകുട്ടിയുടെ പെങ്ങളെ പിടിച്ചു കൊടുക്കാൻ നല്ല ഛേദമുണ്ട്. വരല്ലേ ഞാൻ വിളിച്ചാല്? ഒരു സങ്കടവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഡോക്ടർ പൊയ്ക്കോളൂ. എനിക്കതിനൊന്നും കഴിയില്ല. എന്റെ അവസ്ഥ അതല്ല. പൊയ്ക്കോളൂ. ഇങ്ങനെ നാണം കെടുത്തിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
എന്താ അമ്മേ വെറുതെ കരയാ? അങ്ങനെ അതങ്ങട് കഴിഞ്ഞു. വത്സ മാഡം ക്യാബിനിലുണ്ട്. മേ ഐ? യെസ്. ആ ഇരുന്നാട്ടെ. എന്നാ പറ്റി ഡോക്ടർ? ശകലം ഗ്ലൂമിയാന്നല്ലോ. അത് ചീറ്റീന്ന് കേട്ടല്ലോ ആ പ്രപ്പോസൽ. വാസു പറഞ്ഞപ്പോഴേ അറിഞ്ഞേ. അപ്പന്റെ അമ്മയുടെയും ജാതി പ്രശ്നം അതാ അവരുടക്കിയതല്ലയോ? എന്റെ ലീവ് ആപ്ലിക്കേഷൻ. എന്താ തിടീന്ന്? ബൈ മാഡം. ഡോക്ടർ, അല്ല ഇത്രയും കൂടുതൽ കാലം ഞാൻ DM ഓഫീസിലേക്ക് അയക്കാം. സാങ്ഷൻ കിട്ടുമോന്ന്? കിട്ടിയില്ലെങ്കിൽ പറയൂ, ഒരു ട്രാൻസ്ഫറിന് ട്രൈ ചെയ്യാം. അതും കിട്ടിയില്ലെങ്കിൽ റെസിഗ്നേഷൻ. വാട്ട് ഡു യു മീൻ? വാട്ട് ഐ സെഡ്. എല്ലാം മറക്കാനുള്ള ഒളിച്ചോട്ടമൊന്നുമല്ല. പോകുന്നിടത്തെല്ലാം കൂടെ ഇയാളുടെ ഓർമ്മകളും ഉണ്ടാവും. ഇത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, കുറച്ചു നാളത്തേക്ക് ഈ മുഖം കാണാമെന്ന് പറയുമ്പോഴുള്ള ആ പെയിൻ. അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശരിക്കും അഭിനയിച്ചു. എനിക്കൊന്നുമില്ല എന്ന് കാണിക്കാനുള്ള ശ്രമം. പക്ഷെ എന്നെ തന്നെ തോൽപ്പിക്കാൻ അതത്ര ഈസിയല്ല. പിന്നെ ഭദ്രയ്ക്ക് നല്ലതാ എന്നെ കാണുമ്പോഴുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്. ഞാനിങ്ങനെ എന്തൊക്കെയോ കുറെ നേരമായിട്ട് പറയുന്നു. ഒന്ന് മാത്രം ചോദിച്ചോട്ടെ, ഭദ്ര എന്നെ ഇഷ്ടപ്പെട്ടിരുന്നോ? ഇഷ്ടായിരുന്നോ ഇയാൾക്ക്? ഈ കണ്ടുമുട്ടലും സംസാരവും ഇതും എനിക്ക് വേണ്ടിയല്ല. ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയുന്ന വിശ്വാസമില്ലാത്ത ഒരാളോട് ഞാൻ കാണിച്ച നെറുകേടിന് പ്രായശ്ചിത്തം. ഇനിയൊന്നും എന്നോട് ചോദിക്കരുത്. എന്നെ പോവാൻ അനുവദിക്കണം. ഇല്ല, ഒന്നും ചോദിക്കാനില്ല. പൊയ്ക്കോളൂ. ഭദ്ര ഒന്നും മനസ്സിൽ വെച്ചോളൂ. ഏത് നാട്ടിൽ പോയാലും ഞാൻ തനിച്ച് തന്നെ ആയിരിക്കും. ഭദ്ര മറ്റാരുടേതോ ആയി എന്നറിയുന്ന കാലം വരെ. അതാർക്കും വേദനയാവില്ലല്ലോ എന്റെ കാത്തിരിപ്പ്. അത് മാത്രം അരുതെന്ന് പറയരുത്.
ലതകൾ എഴുതും കവിതേ വ്യോമസുരാംഗന മുടിയെ ചൂടും മലരേ നിമിഷമോരോന്നായി കൊഴിയുന്ന നേരം പകലകലുമ്പോൾ അറിയുന്നുവോ നീ വിരഹം വിധിയായി അരികെ ഭഗവതി എന്താ ഇവിടെ ആരുമില്ലേ? ആർബി ഇന്ന് ഇവിടെ കാണാന്ന് പറഞ്ഞിരുന്നു. കാര്യമൊന്നും അറിഞ്ഞില്ലേ? അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഹവാല കംപ്ലീറ്റ് സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുക. എന്റെ ദൈവമേ, അളിയൻ ഇനി പുറലോകം കാണാൻ കുറച്ചു കാലം എടുക്കും. കോടികളുടെ വെട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നത്. അല്ല നിങ്ങളാരാ? തെച്ചിക്കാട് അച്യുതമേനോൻ. അല്ല, അച്യുതൻ നായർ പിള്ള. എന്നെ ഇന്ന് താൻ കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ 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 ഭദ്രേ അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് എവിടെ ഞാനത് വിളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കോ. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാ, നല്ല സ്ഥലാ. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ, നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. എന്ത് പുക്കാറാണാവോ? ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. ഒന്ന് അച്ചുകുട്ടീനെ പുറത്തേക്ക് വിളിച്ചേ. അവൻ ഇവിടെ ഇല്ല. അതും കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അകത്ത് കയറി ഞങ്ങൾ എന്നെ തരണോ? ഇവിടെ ഉണ്ട് അറിഞ്ഞിട്ട് എന്നെ വന്നത്. ഒന്നും വിളിച്ചേ. ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ത്രീകൾ മാത്രമുള്ള വീടാ. അകത്ത് കയറി നോക്കാനൊന്നും പറ്റില്ല. മോളെ, മര്യാദ കേട് കാട്ടാൻ മടിയുള്ളോണ്ട് തന്നെയാ പറയണത്. നിങ്ങൾ തന്നെ ചെന്ന് പുറത്തേക്ക് വരാൻ പറയുവനോട്. സമയം പോക്കണ്ടപ്പാ. ബിച്ചു കയറി നോക്കണം. അച്യുതൻകുട്ടി ആർക്കാടാ കണ്ടത്? ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞുള്ളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട് കയറിയ കാര്യം ഞാൻ വിട്ടു. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും രണ്ടാൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോധര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ.
കൊണ്ട് പോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തൊള്ളേ. See you. കൃഷ്ണമാറേ, ഒന്നും മയത്തില് വേണേ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ. മീശ ഡൈ ചെയ്തില്ലേ? എന്താ ഇത്? പടന്നയ്ക്കാൻ പറമ്പില് ഷൺമോഹന്റെ മോൻ ശിവാനന്ദ ഉലുവ 20,000 ശമ്പളവും പിന്നെ അപ്പിടി ഇപ്പിടി യാത്രാപ്പടി ഇനത്തിൽ 5 വേറെയും തന്ന് നിന്നെ ഞാൻ ഇവിടുത്തെ ലൈസൺ ഓഫീസർ എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് വളർത്തി പുഷ്ടിപ്പെടുത്തുന്നത് എന്റെ 6ാം ഭാര്യക്ക് തോണ്ടിക്കളിക്കാനല്ല. കുട്ടിയിരുന്നുള്ളൂ, ഇരിക്കാൻ. നീ വാ ചിങ്ങണ്ണി. നീ ആ ചീരന്റെ അവിടുത്തെ ജോസഫേട്ടനോട് NH നമ്മൾ വാങ്ങാൻ പ്ലാനിട്ട സ്ഥലത്തിന്റെ ബ്രോക്കർ അയച്ചു ചോദിച്ചോടാ. പറയടാ ശിവാനന്ദ. അതെ, തെണ്ടിത്തരം കാണിക്കുകയും ഒരു ഉളുപ്പില്ലാണ്ട് അത് സമ്മതിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ നീ ഇന്ത്യൻ പാർട്ടിയാണല്ലോടാ. കപത്തിനടിയിലായ കാലട നക്കിയെടുക്കുന്ന നാറിന്നൊരു പേരുണ്ടായിരുന്നു വെണ്ടർ ശിവംപിള്ള എന്ന എന്റെ ഫാദറിന്. എനിക്ക് നക്കല് ബുദ്ധിമുട്ടായതുകൊണ്ടാ നിന്നെ പോലുള്ള സാറുമാരെ ഞാൻ വർക്കിന് വെച്ചിരിക്കുന്നത്. സാറിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്റെ സാറുമാര് നക്കിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഓണത്തിനിടയിൽ ഫാസ്റ്റ് ഫുഡ് നടത്തി ലാഭം അടിക്കുന്ന സെക്കൻഡ് നമ്പർ പണി ചെയ്യുന്ന ഷൺമോഹന്റെ മോനെ കൃഷ്ണകുമാറിന് ആവശ്യമില്ല. പൊക്കോ, പോടാ, ഇറങ്ങി പോടാ. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. ആ അളിയാ വണക്കം. ആ കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ആ ചെസ്റ്റിന് കാല്. അളിയാ ദുബായിന്ന് നീ നിന്റെ ബോഡി എപ്പോ കൊണ്ടുവന്നു? സാർ മേത്ത. ആരുടെ മേത്ത്? അല്ല സാർ, ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്ത? ആ അളിയാ നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? ആ സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അമൃത മേത്തയാണ് സംസാരിക്കേ. അതെന്നെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതല്ലേ സാറിന് വെച്ചിട്ട്. എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ ഞാൻ ഹിന്ദി ഫോൺ കൂടി സംസാരിക്കില്ല. അതെന്താ? എനിക്കറിയില്ല. സംസാരിക്കും. ഹലോ മേത്ത, ഗുഡ് മോർണിംഗ്. ടെൽ മീ. ഹലോ മേത്ത, കൃഷ്ണകുമാർ. ആ അളിയാ ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നിത്തിരി പണി കൂടുന്ന തോന്നണേ. ആ പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ? അതെ, അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആവുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. ആ അളിയ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ബസ്സുകൂലി ലാഭിക്കാൻ കുന്നും പാടവും കയറി 5-8 മൈൽ നടക്കണ സിസ്റ്റർ അങ്ങാടിയിൽ വന്നൊരു സവാരി വിളിച്ചതിന്റെ ഒരു സംഭവം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്താ പ്രൊമോഷൻ വല്ലതും ആയോ സിസ്റ്ററെ? ആയി ബ്രദറെ, സിസ്റ്റർക്ക് പ്രൊമോഷൻ കിട്ടി, ഡോക്ടറെ. വേറെ വിശേഷമൊന്നുമില്ലെങ്കിൽ കുട്ടം പോ. ഓഹോ, എന്താ കുട്ടിയെ ഈ നേരത്ത്? എന്താ വല്യമ്മേ, ഇത് വീട്ടിൽ കേറി വരാൻ പറ്റിയ നേരമല്ലേ? ഓ ബാമയാണല്ലേ. എന്താ കഴിഞ്ഞോ നിന്റെ? ഇല്ല, ഇനി തുടങ്ങാൻ പോവല്ലേ. ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ? ഭാര്യ വീട്ടുകാരി പടി അടച്ചോ? അജപ്രസംഗ നാക്കിൽ വരൂ. പാടോ. അസലായിട്ടുണ്ട്. വന്നോടാ അമ്മയുടെ കണ്ണൻ. എന്നതാ അമ്മച്ചി, സുഖാണോ? എന്ത് ഭാഷയാടി ഇത്? അച്ചായത്തി പിള്ളേരുടെ ഗാങ്ങില് കൊല്ലം കുറച്ചായില്ലേ? ഇതാരിത്? മാതാ യശോധരാനന്ദ. എന്താ സ്ഥിതി? കുറവുണ്ടോ? നല്ല കുറവല്ലേ? ഈ ഒരു പെട്ടിയേ ഉള്ളൂ. അതിൽ കൈവെക്കണ്ട. കഴിഞ്ഞ തവണ എന്റെ പെട്ടി കൊണ്ടുപോയി കിണറ്റിലിട്ടത് മറന്നിട്ടില്ലേ ഞാൻ. ഇനി ചെറിയമ്മ അങ്ങനെ ചെയ്യില്ല കുട്ടാ. നിന്റെ വല്യമ്മാവനും പിന്നെ മറ്റേ കാർക്കോടകൻ അച്ചൂട്ടിയും അവരെ ഒരു ദിവസം ഞാൻ കിണറ്റിലിട്ട് മൂടും. അങ്ങനെ ഉപകാരമുള്ള വല്ലതും ചെയ്യും. ഞാൻ എടുത്തോളാം. യശോദരെ വാ മോളെ.
ബാമ വന്നോ? ഇല്ല, ഇത് ഭദ്രയാ. ഓ, എനിക്ക് നന്നായി തിരിയും രണ്ടാളുടെയും സ്വരം. സിസ്റ്റർ വരാൻ എത്ര മണിയാവും? നടന്നു വരണ റൂട്ടൊക്കെ ഇപ്പൊ മാറ്റിയിരിക്കണു. എപ്പോഴാ നിങ്ങളുടെ ഏട്ടൻ കാശ് വാങ്ങി പറ്റിച്ച ആൾക്കാര് മുന്നിൽ വന്ന് ചാടുകയെന്നറിയില്ലല്ലോ. പാവം, അതൊരുത്തി അനുഭവിക്കുന്നതിന് കയ്യും കണക്കും ഇല്ല. അതെ, നിന്റെ എച്ചിക്കാട്ടിലെ അച്ഛൻകുട്ടിയുടെ വീട് എവിടെയാ? അതെ, നേരെ കിഴക്കോട്ട് പോയാൽ മതി. കൊറേ ദൂരം പോണം. ഇതുവരെ ഓരോരുത്തർ പറഞ്ഞു പടിഞ്ഞാട്ടെന്ന്. ഇപ്പൊ കിഴക്കോട്ടായോ? ഏത് പാതാളത്തിലാണ് ഈ എരപ്പൻ താമസിക്കണതാവോ? നിങ്ങൾ എന്താ അവിടെ തെരയണേ? ഞമ്മന്റെ ഒരു കമ്മല് പോയി. ഞാനും കൂടണോ തെരയാൻ? കിട്ടിച്ചവലേം തന്നാ മതി. ഇത് മുക്കിന്റെയാ. ഇതിനാണ് ഇങ്ങനെ മാന്തി പരതണേ. അല്ലമ്മ, ഈ അച്യുതൻകുട്ടി മയ്യത്തായി പോയി. എന്താടി, പേടിച്ചോ? പേടിക്കില്ലേ പിന്നെ. അതുപോലെ ഒരു മാരണത്തിന്റെ രക്ഷപ്പെട്ട് ഓടി വരിക. എപ്പ എത്തി? ദാ ഇപ്പോ 5 കൊല്ലത്തെ അഭ്യാസം തീർത്തിട്ട് തിരിച്ചു വന്നു. എന്തോ ഒരു വലിയ സമാധാനം നിന്നെ കണ്ടപ്പോ. ചെല്ല്, പോയി മേല് കഴുകോ വല്ലം കഴിക്കുക. എന്താന്ന് വെച്ചാ ചെയ്. ഇരുന്ന് പറയാൻ കഥകള് കൊറേ ഉണ്ട്. നല്ല ആളായിരുന്നു അല്ലേ? പാവായിരുന്നു. അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം തോന്നോ? നീ പൊട്ടിയോ? ഇറങ്ങി പൊയ്ക്കൂടായിരുന്നു നിനക്ക്? നല്ല കഥ. എന്റെ സുഖം നോക്കി സകലരെ മറന്നിട്ടങ്ങോട്ട് പോവാനോ? പിന്നെ നീ കരുതണ പോലെ ഇഷ്ടമൂത്ത് നിൽക്കുന്നതായിരുന്നില്ല ഞാൻ. ബാധ്യതയും ഭാരവും ഒന്നും ഇല്ലാണ്ട് അതങ്ങ് നടന്നു കിട്ടുമെങ്കിൽ ആട്ടേന്ന് വെച്ചു. ദുഷ്ടനായാള് അച്ചുവേട്ടൻ. ഇറങ്ങി വന്നേ. കൃഷ്ണകുമാർ സാറേ. എന്താ അച്ചുകുട്ടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കവര്. ഈശ്വര, ആ പ്ലാനിന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തനെ വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം, വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല വലിയ ചെലവാ. നീലക്കെമ്മിൻസ്കേലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങൻ അടിപറ്റ താഴെയുള്ള മർമ്മത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നായരുടെ കൂടെ കൂടി പാവപ്പെട്ടവരെ ചതയ്ക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നോ എച്ചിക്കാട്ടച്ചുതാ. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത് അതൊരു കൂട്ടുകൃഷി ആയിരുന്നില്ല. തപ്പി എടുക്കണോ എവിടെന്ന് വെച്ചാ? ബാംഗ്ലൂര് മൈസൂർ എവിടെ വെച്ചാ പോ. വണ്ടിക്കാശ് വേണ്ടി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ഒളിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ വീഴണം. എടാ, എവിടെയാടാ അച്യുതൻകുട്ടി? കൊണ്ടുപോടാ അവനെ എന്റെ മുന്നില്. എന്റെ കുട്ടികളെ പെരിയൊഴിയിലാക്കിട്ട് അവനെ അവിടെ പോയിടാ. വിടടാ എന്നെ. നീ പോടാ അമ്പഴങ്ങ മോറ. ഇവിടുന്ന് ആരെയും പടിയിറക്കാവുന്ന ഒരുത്തരും വിചാരിക്കണ്ട. വെട്ടി ഞാൻ എല്ലാത്തിനെയും വെട്ടി കൊല്ലി. വിടാനാ പറഞ്ഞത്. വിടാൻ വിടാൻ. ജോസഫേ, ഇനി വേനൽ ചൂട് കൂടുന്തോറും ഇത് അധികാകിനെ ചെയ്യുള്ളൂ. കൂനിന്മേൽ കുരുന്ന് പറയണത് ഇതാ. അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വേണ്ടുവോളം. അതിന്റെ കൂടെ ഒന്നിന് തലക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ
ഏട്ടൻ കാണിച്ച കുഴപ്പം എന്തായാലും ശിക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ വീടും വിട്ട് ഇറങ്ങിപ്പോവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതത്ര എളുപ്പമാവില്ല നിങ്ങൾക്ക് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്നത്. കുട്ടി, ഞാൻ കൃഷ്ണകുമാറിന്റെ ശമ്പളക്കാരനാ. പ്രോപ്പർട്ടി അയാളുടെ പേരിൽ എഴുതി വാങ്ങിയ വിവരം വീട്ടിൽ അറിയിക്കണമെന്ന് പറഞ്ഞു. അച്യുതൻകുട്ടിയുടെ വീടിന്റെ യഥാർത്ഥ പിക്ചർ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് അല്ലല്ലോ. അറിയാം സർ. ആ തുക തിരിച്ച് നിങ്ങൾ പറയണേ കൃഷ്ണകുമാറിന് കൊടുക്കാൻ ഇവിടെ ആര് വിചാരിച്ചാലും കഴിയേയില്ല. അങ്ങനെ പറഞ്ഞാൽ മറ്റൊന്നും പറയാനില്ലാത്തോണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിസ്സഹായാവസ്ഥ? മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, ഈ പറഞ്ഞ കൃഷ്ണകുമാറിന്റെ ചേച്ചി. ഈ ഭൂമിയിൽ അയാളെ നിയന്ത്രിക്കാനും ശാസിക്കാനും അധികാരമുള്ള ഒരേ ഒരാൾ. ഒന്ന് കണ്ടു നോക്കിക്കൂടെ? ശ്രീദേവി 19ാമത്തെ വയസ്സിൽ ഒരു കാർ ആക്സിഡന്റ്, കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് വീൽ ചെയറിൽ ഉരുളുന്ന ജന്മം. ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അയാൾ ജീവിക്കുന്നത് ഈ ചേച്ചിക്ക് വേണ്ടിയാണ്. അവരാകട്ടെ നിത്യവും പ്രാർത്ഥിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മനസ്സുമാറി അയാൾ ഒരു വിവാഹം കഴിച്ച് സുഖമായി കഴിയുന്നത് കാണാനാ. നമസ്കാരം. ആരാണാവോ? ഞങ്ങള് ചെറുവത്താണിന്ന് വരിക. എന്റെ പേര് ഭദ്ര. ഇത് ശാരദയെടുത്തി. എന്നെ കാണാൻ തന്നെയാണോ അതോ? അതെ. ഈ കുട്ടിക്കൊരു സങ്കടം പറയാനുണ്ട്. സങ്കടോ? അയ്യോ, ഈ വണ്ടി ചക്രത്തിൽ ഉരുളുന്ന എന്നോടാണോ? അതൊക്കെ ഭഗവാനോട് പറയാ. എന്നെ സഹായിക്കാൻ ഇപ്പൊ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. എന്നാ കേക്കട്ടെ. ബോംബെ ഇനി ബോംബെന്ന് മേത്ത എന്നെ വിളിച്ച തന്നെ ഞാൻ തല്ലിക്കൊരു വൃത്തിയിട്ടവനെ. ഒരു സംശയം ചോദിച്ചോട്ടെ? നീ സത്യത്തിൽ ആരാ? വെണ്ടർ ശിവൻപിള്ളയുടെ മോനോ അതോ അച്ഛനോ? എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ആ പെൺകുട്ടി ആരാ? നീ കാരണം വീടും കുടിയും വിട്ട് പെരുവഴിയിൽ ഇറങ്ങാൻ പോണ ഒരു പാവം. ഏതോ ഒരു അച്യുതൻ കുട്ടിയോ? എച്ചിക്കാട്ടച്യുതൻ കുട്ടി അയാളുടെ വീട്ടിലാണല്ലേ. എന്തിനാടാ കൃഷ്ണ ദ്രോഹം ചെയ്യണേ? ദേവു, ദ്രോഹം അയാളാ ചെയ്ത അച്യുതൻ കുട്ടി. അതെ, 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്ന കേസാത്. അതങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കേക്കണ്ട ലക്ഷങ്ങളുടെ കണക്ക്. എടാ, നമ്മുടെ അച്ഛൻ കുറെ സമ്പാദിച്ചു കൂട്ടി. എന്നിട്ടോ? എന്റെ ഓർമ്മയിൽ മുഴുവനും ഒരുപാട് രോഗങ്ങളും അതിന്റെ ചികിത്സയും തന്നെയായിരുന്നു ജീവിതം. ഒരു മോളുള്ളത് 19 വയസ്സിൽ ഉന്തുവണ്ടി കയറി. കൃഷ്ണ, ഏതോ പാവങ്ങളുടെ കണ്ണീര് വീഴ്ത്തിട്ട് വേണ്ടടാ. നമുക്ക് ആവശ്യത്തിലേറെ ദൈവം തന്നിട്ടുണ്ടല്ലോ. എന്റെ ദേവു സാറേ, അങ്ങനെ ഞാൻ ആരെയും കുടിയൊഴിപ്പിക്കാനൊന്നും പോണില്ല. ചില വിരട്ടൊക്കെ വേണ്ടിവരും കച്ചവടത്തില്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ദേവുവിന് പറഞ്ഞ മനസ്സിലാവില്ല. വേണ്ട, ആ കുട്ടിയുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവണം. അതെന്റെ കാലിൽ തൊട്ടപ്പോ ദൈവമേ, ആ ശാപൊന്ന് കൃഷ്ണ നിന്റെ തലയിൽ വീഴരുത്. ഇല്ലെന്നേ, ആ കുട്ടി ദേവുവിന്റെ കാലിൽ തൊട്ടപ്പോ എന്റെ നെഞ്ചിലൊരു ചെറിയ സങ്കടം തോന്നിയില്ലേ? എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പാവം. എന്റെ സങ്കടം എനിക്ക് കൈനഷ്ടം വരുന്ന ഏതോ ഒരു കേസിട്ടാണല്ലോ ദൈവമേ ഈ കാലിലേക്ക് കുനിയണെന്ന് ഓർത്തപ്പോഴാ. നീ നന്നാവില്ലടാ. പിണങ്ങി പോവല്ലേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്റെ 10 ലക്ഷം പോയി. പിന്നെ ആ പെങ്കൊച്ചിനെ കാണാൻ കൊള്ളാട്ടോ, നല്ല കണ്ണ്. ഇഷ്ടയച്ച കുട്ടി കല്യാണം കഴിച്ചോളൂ. കല്യാണം കഴിക്കാം. വെറുതെ ഒരു ചെറ്റളിയെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്തിനും അത് കളയണത്? കഴിക്കാം. പീഡനം, ശാരീരിക പീഡനം വഴി ആധാരം ഒപ്പിട്ട് വാങ്ങിക്കുക ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ നാട്ടിൽ കോടതിയുണ്ട്, പോലീസുണ്ട്. പിന്നെന്താ ഭീഷണി? ഇറക്കി വിടുവെന്നോ? ആര്? തെച്ചിക്കാട്ട് അച്യുതൻ കുട്ടിയോടാ കളി. ശിവൻപിള്ളയുടെ മോൻ വിവരം അറിയും. അങ്ങ് തിരുവനന്തപുരം വരെ പോവണ്ട, ഒരു ഫോൺ കോളിൽ അവന് മനസ്സിലാക്കി കൊടുക്കും ഞാൻ. നീ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കണ്ട അച്യുതാ. അത് കഴിഞ്ഞില്ലേ? ആ കടം നീ എങ്ങനെയാ വീട്ടാൻ പോണെന്നൊന്ന് ആലോചിക്കേ. ഏത് കടം? അമ്മ അറിയാത്ത കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കരുത്. അമ്മയ്ക്ക് RB നായരെ അറിയോ?
ഉണ്ണിയെ വരാനെ അറിയോ? ചാമരാജനഗറിലെ ക്വാറി ഓണർ ഫർത്തുള്ള അറിയോ? നാഗപ്പ, ശിവപ്പ, അനുവന്തപ്പ ഇവരിൽ ആരെങ്കിലും അറിയോ? ആരെയാണ് ഈ വായിക്കൊള്ളാത്ത പേരും പറഞ്ഞിട്ട് അച്യുതൻകുട്ടിയുടെ മരട്ടണേ? പാവം അമ്മയെ വിട്ടേക്കൂ. ഭാവേ നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, എല്ലാരും കൂടി പെട്ടിങ്ങിടക്കെടുത്ത് പോവേണ്ടി വന്നേനെ. ഭദ്ര പോയി ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് കരഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെയോ പോയി 2 ദിവസം ഒളിച്ചിരുന്ന് പ്രോബ്ലംസ് സോൾവ് ആയി അറിഞ്ഞപ്പോ വന്നിരിക്കണു. ഒന്നങ്ങ് തരിഞ്ഞാൻ വലിയ MBBS ആണെന്ന് നോക്കില്ല. പിന്നെ ഇത് ഭദ്രയല്ല, ഭാമയാ. അച്യുതാ ബടവാ മോനെ. എന്താ കാലാണിക്ക് ഗുണല്ലാത്ത പോക്കി കുട്ടിയുടെ മേക്കട്ട് കേറുന്ന കിഴങ്ങ കൈ കലക്കി അവിടുന്ന് കിട്ടും എന്റെ കയ്യിന്ന്. ഇനി ഞാൻ വിടില്ല. കുറച്ചായി ഇവിടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് 2-1 അറിയണം. 2-1 ഭാർഗവി പറയരുത്. പൈസ തരാൻ പറ്റൂല എന്ന് പറയാനാണല്ലോ ഈ 2-1. പറയട്ടെ ഇവള് പറയട്ടെ. ഇവള് ഏട്ടൻ വാങ്ങിക്കൊണ്ട് പോയ ഓഹരി ഇവള് നക്കിയിട്ടുണ്ടാവുമല്ലോ. തരില്ലെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഭാർഗവിയുടെ കയ്യിന്റെ ചൂടറിയും. സഹോദരി, എന്റെ ഭർത്താവ് ഒരു അത് പോലീസുകാരനാണ്. ഞാൻ എന്നെ സല്യൂട്ട് അടിക്കണം. അയ്യോ അങ്ങനെയല്ല, ഞാൻ മൂപ്പരെ കൊണ്ട് അച്യുതൻകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് എന്നിട്ട് അത് തേങ്ങയാടി. ആ തെണ്ടിയുടെ കയ്യിൽ കാലട കാണില്ല. ഇവളാണ് ഉച്ചയൊക്കെക്കാരി. ഇവളുടെ കയ്യിൽ നിന്ന് അത് വസൂലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ല, കുറച്ചായി ഞാൻ തന്നു തീർത്തോളാന്ന്. നീ കുറച്ച് ഉണ്ടാക്കുമ്പോഴേക്കേ എന്റെ വീട് 6 സെന്റ് നഷ്ടപ്പെട്ട എനിക്കും എന്റെ മോൻ നീ കടപ്പാടുണ്ടാക്കി തരൂ. ഈ കഴുത്തിലും കാതിലുള്ള പൊന്നാണെങ്കിൽ ദൂരി കൊടുക്കും. അയ്യോ, ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പറയരുത് കേട്ടോ. ഒരു പെൺകുട്ടിയെ വഴി തടഞ്ഞു വെച്ച് ഇങ്ങനെ പുലഭ്യം പറഞ്ഞതും പോരാ, അതിന്റെ കഴുത്തിലുള്ള പൊന്നുകൂടി ഊരി വാങ്ങുമെന്ന് വെച്ചാ. നിനക്കത്ര തന്നെങ്കിൽ നീ താടി. ശാരദടുത്തി വേണ്ട, ഒന്നും പറയാൻ നിക്കണ്ട. അതെ, അവള് തന്നെ അച്യുതൻകുട്ടിയുടെ സിസ്റ്റർ. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറയാൻ മനസ്സിലടാ പട്ടി എന്നാരും പറയില്ലെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് പ്രശ്നം? ഈ ഭാർഗവിയുടെ മോൻ വിനയനത്തിന് ഒരു പണി ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഏട്ടൻ 5000 രൂപ വാങ്ങി മുങ്ങി. അത് ഞങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കായിരുന്നു. ആരാണ് ഈ വിനയചന്ദ്രൻ? ഞാനാ. എന്റെ മോനാ. എന്റെ അമ്മയാ. അയ്യേ, വിനയേന്ദ്രൻ എന്തായാലും ഒരു പണിയുടെ ആവശ്യമുണ്ട്, അത് കറക്റ്റാ. പക്ഷെ അയാളെവിടെ? ഈ കുട്ടിയുടെ ഏട്ടൻ അയാളല്ലേ കാശ് വാങ്ങിച്ചത്? അയാളെ കണ്ടേ? അങ്ങനെ ചോദിക്കൂ സർ. ഒരു മിനിറ്റ്, ബ്ലൈൻഡ് ആണ് അല്ല? എന്നാ കൂളിംഗ് ഗ്ലാസ് ഒരു പോക്കലിടൂ. ഇവിടെ ആരെങ്കിലും ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി, അത് ഞാൻ വെച്ചോളാം. എന്താ തമ്പി സാർ ഇവിടെ പറയൂ. അല്ല സർ, ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണോ ഇവര് കാശ് കൊടുത്തത്? എന്നിട്ടും ഇവള് കൊടുക്കാന്ന് പറഞ്ഞു. അവധി ചോദിച്ചേ ഉള്ളൂ, അത് കേൾക്കില്ല. ഇവളുടെ കഴുത്തിലും കാതിലുമുള്ള പൊന്നു ഊരി കൊടുക്കാനാ പറയണേ. അത് ന്യായമാണോ തമ്പി സാറേ? തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു മലയാളം മാഷം കൂട്ടുകാരനും കൂടെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കണു. ഒരു പെറുക്കിയെ വിളിച്ചില്ല മധ്യസ്ഥത്തിനെ. പെണ്ണിന്റെ മൊഞ്ച് കണ്ട് പിന്തുണയ്ക്കുന്നതായിരിക്കും. തള്ളയുടെ മുഖത്ത് വേണ്ട കയ്യ മര്യാദകേട് പറയരുത് നീ ആരോടും എന്ന് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോടാ. 5 നോട്ടിൽ തീരുന്ന പ്രശ്നം ഇങ്ങനെ ആളെ കൂട്ടി നടുവഴിയിലെ പൊറാട്ട് കളിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. ആ വിനയേന്ദ്രൻ അമ്മയും കുട്ടിയും സ്ഥലം വിട്ടോളൂ. പൊക്കോളൂ. നടു വലിച്ചേറി 5-10 അമ്മച്ചി. പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒന്ന് പിരിഞ്ഞു പോണം. പോണം പൊക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ. എന്താ ഇങ്ങനെ നിക്കണേ? പൊക്കോളൂ. ഞാൻ കൃഷ്ണകുമാർ. അയ്യോ, ഞങ്ങളൊന്ന് വീട്ടിൽ വന്നിരുന്നു. ആ വരവിൽ എനിക്ക് നഷ്ടം 10 ലക്ഷം. ഇതാ ഇപ്പൊ ഒരു 5000. അങ്ങനെ 10,50,000 തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി വക. എന്നെങ്കിലും ഒരു വലിയ പണക്കാരിയാവുമ്പോ പലിശ വേണ്ട, എന്റെ മുതൽ എനിക്ക് തിരിച്ചു തന്നെ. എനിക്ക് സങ്കട എന്റെ കാശ് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുന്നത്. തരും, തന്ന് തീർക്കുന്ന മനസ്സിൽ പറഞ്ഞു വെച്ചോളൂ. എങ്ങനെയുണ്ട്? എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ. സാറേ. എന്താ സാറേ? എന്താടോ സാറേ, ആവശ്യത്തിലേറെ കയ്യിലുള്ള പണത്തിന് വെറും കടലാസ് കെട്ടിന്റെ വിലയുണ്ട്. പക്ഷെ ആ പണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കാൻ കഴിയുമ്പോൾ ആ കടലാസ് പണമായി, അതിന് പണത്തിന്റെ മൂല്യമുണ്ടായി. മനസ്സിലാവണുണ്ടോ തമ്പി സാറിന്? ഈങ്ങാപ്പാറയിൽ ഒരു കുരുമുളക് തോട്ടം നോക്കണം, വിലയൊത്താൽ ഇന്നും തന്നെ കച്ചവടമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന് വഴിയരികിൽ ഒരു ഇഷ്യൂ 5000 മണീസിന് സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ കരയ്ക്ക് വന്ന് എന്നോട് സാഹിത്യം അടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. സോറി സർ, ഏതൊരു വിഡ്ഢി പറഞ്ഞ കഥ. അതാണ് ജീവിതം. പച്ചപ്പട്ട് വിരിച്ച വയലേലകളിൽ ഒരു മന്ദമാരുതനേറ്റ് നിൽക്കുമ്പോൾ കൃഷ്ണമാരെ, ആ കുട്ടി പാവ സാറേ, കാണാനും കൊള്ളാം. അതുകൊണ്ട് തന്നെ 5000 വീശത്. സാർ വാക്കേറ്. എടാ കള്ള കൃഷ്ണ, അങ്ങനെ വിളിക്കല്ലേ സാറേ. സാറേ, നാളെ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
അതിൽ ലവിന്റെ കൗണ്ട് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ലക്ഷങ്ങളുടെ ഡ്രാഫ്റ്റ് കാണുമ്പോ ഒരു പുതിയ ബിസിനസ് ഡീൽ ഓക്കെ ആകുമ്പോ ചുളിവിലേക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കയ്യിൽ തടയുമ്പോ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ ആ മുഖത്തൊരു നല്ല തിളക്കം കണ്ടിട്ടുള്ളത്. ഇതിപ്പോ അതിലൊക്കെ വലിയ തിളക്ക എന്ന് പറയാം. നമുക്ക് ആലോചിക്കാൻ പറ്റണ തന്നെയല്ലേ വീടും ചുറ്റുപാടും. ഫിനാൻഷ്യലി വളരെ മോശം ഷേപ്പിലാണ്. പക്ഷേ പഴയ പെരുമയുള്ള തറവാട്ടുകാരാ. ആ ഏട്ടൻ ഫ്രോഡ് ഒഴിച്ച്. ആ കുട്ടി എന്താ ചെയ്യണേ? അതല്ലേ രസം. MBBS കഴിഞ്ഞ് നിൽക്കുക. ഓഹോ. നാളെ നമ്മുടെ ഹോസ്പിറ്റൽ നോക്കി നടത്താനുള്ള യോഗം അതിനാവും. അവനെ പ്രാണനെ പോലെ കൊണ്ട് നടക്കണം. എനിക്ക് അതാ വലുത്. എന്താ മുതലാളി പതിവില്ലാത്തൊരു കിടപ്പ്? ഏയ് വെറുതെ എങ്ങനെ എങ്ങനെ? ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടു. അറിഞ്ഞു. നിന്റെ തമ്പി സാറ് പറഞ്ഞു. പാവാ അല്ലേ ദേവു? കൃഷ്ണ എന്താടാ വീണോ നീ? വീണോന്ന് ചോദിച്ചാ വീഴട്ടെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് പറയൂടാ. ഞാൻ നാമമുറി ചെന്നിട്ട് സാക്ഷാൽ കൃഷ്ണന് നന്ദി പറയട്ടെ. ഒടുക്ക എന്റെ അനിയനെ കൊണ്ട് നല്ല കാര്യങ്ങൾ തോന്നിച്ചല്ലോ മൂപ്പര്. എന്റെ ദേവുവിനെ പൊന്നുപോലെ നോക്കണ കുട്ടി. അതിനല്ല ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നേ. അതവളാണ് ദേവു. ഉറപ്പിക്കല്ലടാ. അവരോട് ചോദിക്കണം. വീട്ടിലിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും MBBS കഴിഞ്ഞ് നിൽക്കുക അവള്. MBBS PDC ഫീൽഡ് ഞെട്ടിപ്പോയോ? അത് ഞാൻ അറിഞ്ഞില്ല. ആ തമ്പി സാറാ പറഞ്ഞത്. തമ്പി സാർ കണ്ടിരുന്നു വീട്ടിൽ പോയപ്പോ ആ കുട്ടിയെ. അതില് ടെൻഷൻ വേണ്ട. അന്വേഷണവും പെണ്ണു ചോദിക്കലൊക്കെ എന്റെയും തമ്പി സാറിന്റെ ഡ്യൂട്ടിയാ. നീ അത്യാവശ്യം സ്വപ്നം കാണലൊക്കെ തുടങ്ങിക്കോ. സ്വപ്നം കാണുമ്പോ ഒട്ടും കുറക്കില്ലാട്ടോ. നല്ല ലാവിഷായിട്ട് തന്നെ കാണും. ആ ഓമനെ തങ്കമേ. ഓമനെ തങ്കമേ അരികിൽ വരികൻ പ്രണയത്തിൻ മുകുളം വിരിയും ഹൃദയത്തിൽ മെല്ലെ മെല്ലെ പുതുമഴയുടെ സുഖമരുളുകൻ സഖിനീ മനസ്സിലൊഴുകും യമുനയിൽ അലകളെഴുതി നറുവെണ്ണ പയ്യെ പയ്യെ കവരുമെങ്കിലും നുണ പറയുമെൻ വനമാലി. ഓമനെ തങ്കമേ കടമ്പെണ്ണ പോലെ ഞാൻ അടിമുടി പൂത്തുപോയി കിളിമൊഴിയായി നിന്റെ വേണുമൂളവേ. അമ്പലച്ചുവരിലെ ശിലകളിലെന്നപ്പോ ഉണരുകയെന്നെ ദേവലാസ്യമോടെ നീ. ഉടലിനുള്ളിലായി ഒളിഞ്ഞിടുന്നൊരു ഊരി തുറന്നിടാൻ വന്നോ നീ. കുടിലിനുള്ളിലായി മയങ്ങി നിൽക്കുമി തിരികെടുത്തുവാൻ വന്നു ഞാൻ. മധുരിതുമയമിതു നലകരി തഴുകി മുഴുകിനാ. ഓമനെ തങ്കമേ തകുതും തത്താലെ തീകുതും തത്താലെ തോത്തും തത്താലെ തത്താലെ തത്തേ. തകുതും തത്താലെ തത്താലെ തത്തേ. തീകുതും തത്താലെ തത്താലെ തത്തേ.
വീളകുന്നുവോ മണിമലരമ്പ് കൊണ്ട കന്യ നിന്നിലായി കണിത്തളികയിൽ തുടിക്കുമീളം കനിയെടുക്കുവാൻ വന്നു ഞാൻ മധുരിതമൊരു പ്രണയ കഥയിൽ ഒഴുകി ഒഴുകി നാം ഓമനേ തങ്കമേ അരികിൽ വരികൻ പ്രണയത്തിൻ മുകുളം വിരിയും ഹൃദയത്തിൽ മെല്ലെ മെല്ലെ പുതുമഴയുടെ സുഖമരുളുകിൻ സഖിനീ മനസ്സിലൊഴുകും യമുനയിൽ അലകളെഴുതി നറുവെണ്ണ പയ്യെ പയ്യെ കവരുമെങ്കിലും നുണ പറയുമെൻ വനമാലി ഓമനേ തങ്കമേ 10 മിനിറ്റിന് ഇളയ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഗ്രേറ്റ് ചേച്ചി. ഐ അപ്രീഷിയേറ്റ് യു. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. MD നമുക്ക് പതുക്കെ ചെയ്യാം. തൽക്കാലം കക്ഷി ഇവിടെ ജോയിൻ ചെയ്യട്ടെ. എനിക്കൊരു ജൂനിയർ ആവശ്യമുണ്ട്. നോക്കട്ടെ, അത്ര മോശമല്ലാത്തൊരു സാലറി കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. വലിയ ഉപകാരമാവും. ഉപകാരം ഇയാൾക്കുണ്ടാവണം. വീട്ടിലെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരാളുകൂടി ആയാൽ വലിയ ഹെൽപ്പല്ലേ? ഞാൻ അവളോട് സാറിനെ വന്ന് കാണാൻ പറയാം. യെസ്. മീൻ ടൈം ഞാൻ മാനേജ്മെന്റുമായി സംസാരിക്കുകയും ചെയ്യാം. ദാറ്റ്സ് എ ഫോർമൽ ടോക്ക്. എന്നാ ഞാൻ യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എങ്ങനെ നടക്കുന്നു ഹോസ്പിറ്റൽ എന്ന് പരിശോധിക്കാൻ വന്നതാണോ മുതലാളിയമ്മ? കളിയാക്കണ്ട സർ. മേനോൻ സർ വന്ന ശേഷം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വരുന്ന കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ രോഗിയായിട്ട് വന്നതാ. ആ എന്താ കുട്ടി? സാറിനെ കാണാൻ വന്നതാ. ഇറങ്ങട്ടെ. ഈ കുട്ടി അറിയാം? ഒരു റൂറൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു 1 year ബാക്ക്. നഴ്സിംഗ് പ്രൊഫഷനിൽ ഇത്ര സിൻസിയറായ കുട്ടികളെ വളരെ റെയറായിട്ട് കാണാൻ കിട്ടും. അതിനീ കുട്ടി നഴ്സാ? നഴ്സിന്റെ ജോലി ചെയ്തുകൊണ്ട് ഇവളുടെ സിസ്റ്ററിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവളുടെ ട്വിൻ സിസ്റ്റർ, ഇരട്ട കുട്ടികളാ. MBBSകാരി ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക. പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ബോസിനെ അറിയിക്കണമല്ലോ. ആ ജോലിയും കഴിഞ്ഞു. ഓ, അതറിഞ്ഞില്ല. ഇരട്ട കുട്ടികൾ, ഒരാൾ നഴ്സും മറ്റേയാൾ ഡോക്ടറും. യെസ്, ലുക്ക് അലൈക്ക് സിസ്റ്റേഴ്സ്. എന്താ ഇവിടെ? അല്ല, എപ്പോ വന്നു? ഹൈ, എന്തിനാ വന്നേ? അയ്യോ, എങ്ങനെ വന്നു? ഓട്ടോല്. അല്ലേ, നന്നായി. ഈ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ വളരെ ബെസ്റ്റാണ്. കാണുന്ന പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കാണുന്ന ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഊവാണ്. ഇരിക്കൂ, ഇരിക്കൂ. എനിക്കങ്ങനെയൊന്നുമില്ല. ഇരിക്കുന്ന ഞാനങ്ങട്. ചേച്ചി, ചേച്ചി മുതലാളി വന്നോ? ആരാ? എന്താടാ മിഴിക്കണേ? എന്തു പറ്റി ഇവന്? ഡാ കൃഷ്ണ, ഒരാള് 2 പേരെ പോലെ ഇരിക്കണു. മനുഷ്യനെ ഭ്രാന്താക്കിട്ട് ഇങ്ങനെ കൊലച്ചിരിച്ചിരിക്കല്ലേ എന്റെ ദേവുട്ടി? ചിരിക്കാതെ പിന്നെ. ഡോക്ടർ മേനോൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവണത്. അത് നിന്നെ ഒന്ന് കാണിച്ച് നീ ഇങ്ങനെ ബ്ലിങ്കസ്യാന്ന് ആവണത് കാണാനാ ഞാനിരുന്നേ. ദൈവ ഫോൺ ഇടുന്നേ. മേത്തയുടെ ഫോണായിട്ട് വന്നാൽ തന്നെ ഞാൻ ഈ ഫോൺ എറിഞ്ഞ് കൊല്ലും. ഞാൻ മേത്തയായിട്ട് നമുക്ക് ഇനി ഒരു ബിസിനസ്സും വേണ്ട. വാക്കെടുത്ത് ഇംഗ്ലീഷേ പറയുള്ളൂ, വൃത്തിയിട്ടവൻ. ശരി, ഇതിൽ നീ ആരെയാ കെട്ടാൻ പോണേ? എന്റെ കയ്യിൽ നിന്ന് പോയി മോളെ. ഇതിലൊന്ന് തൊടു. എന്തിനാ? തൊടു കുട്ടി. കൃഷ്ണ, എന്താ? നിന്നെയല്ല, ഒറിജിനലിനെയാ. ആ,
തമ്പി സാർ ഓ ശ്രീദേവി ഞാൻ വിചാരിച്ചു ബോംബെന്ന് മേത്തായിരിക്കും. ആ വരണം വരണം, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി സാർ. എന്താ അയ്യാടെ മുഖം ഇങ്ങനെ? കുഴപ്പത്തിനൊന്നും അല്ല, ഒരു നല്ല കാര്യം പറയാനാ വിളിപ്പിച്ചത്. മോഹം ഇങ്ങനെ ആയത് ആ നല്ല കാര്യത്തിന്റെ സൂചന കിട്ടി. കേട്ട ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പറഞ്ഞോ? ചെറുതായിട്ട്. കൊല്ലൂന്ന് പറഞ്ഞാലും വണ്ടിയിലോട്ട് കയറത്തില്ല. പിന്നെ അങ്ങ് പറഞ്ഞു. സത്യമാണോ തമ്പി സാർ? ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു പ്രപ്പോസൽ. ഇനി പറയേണ്ടത് നിങ്ങളാണ്. കൂടുതൽ എന്ത് പറയാൻ? എപ്പോ ഇവിടെ വെച്ച് നടത്തണമെന്ന് പറ. പിന്നെ സ്ത്രീധനമായിട്ട് ഒരു ചില്ലി പ്രതീക്ഷിക്കണ്ട. അതെന്റെ ഒരു പോളിസിയാണ്. തന്റെ ഒപ്പീനിയൻ അല്ല ചോദിച്ചത്, കുട്ടിയുടെ മനസ്സെന്താണെന്ന് അറിയാം. MBBS കഴിച്ച ഒരു പെൺകുട്ടിക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതറിഞ്ഞിട്ട് താനെന്നെ വന്ന് കാണും. പൊയ്ക്കോ. അല്ലറ ചില്ലറ ധാരണാപശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃഷ്ണകുമാറും ഞാനുമായുള്ള ഒരു ബന്ധമാണല്ലോ ഇപ്പൊ ഒരു പെണ്ണിന്റെ തലവര മാറ്റിയത്. അച്യുതൻകുട്ടിയുടെ കോണ്ടാക്ട്സിന്റെ ബന്ധങ്ങളുടെയും ഫലം തന്നെയായത്. ആ നന്ദി ഉണ്ടാവണം. എന്ന് വെച്ചാ ഇവന് ലക്ഷങ്ങൾ കൊണ്ടക്കൊടുത്തത് കാട്ടണമെന്നല്ല. എനിക്കാരുടെയും 10 പൈസ വേണ്ട. അങ്ങനെ കോടീശ്വരന്റെ അളിയനായ കച്ച കെട്ടി ഇറങ്ങിയിട്ടില്ല. അല്ലടോ ഭദ്രക്കല്ലേ ആലോചന വന്നത്? ഓ എവരുടെ തലയിൽ എന്താ ഭാമ? അവളെയാ ചോദിച്ചേ. അല്ലാതെ ഹെൽത്ത് സെന്ററിലെ നഴ്സിനെ കെട്ടാൻ കോടീശ്വരം വന്നു എന്നാ വിചാരിച്ചേ? ഇത് അവളുടെ പഠിപ്പിന് 4 ലക്ഷം രൂപ ഡിഗ്രിക്കും കിട്ടിയതാ. MBBS. ആ പഠിപ്പ് ഒരുത്തി നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടവന്റെ പുണ്ണും പഴുപ്പും തോണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കാശിന്റെ മേലുണ്ടായ പഠിപ്പാ. ഇവിടെ ത്യാഗത്തിന് അവാർഡ് കൊടുക്കണ കാര്യമല്ല. ഒരു പെണ്ണന്വേഷണ നടന്നത്. ഉത്തരം പറയണ അവരുടെ അടുക്കല്. അവക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണത് എന്നാവോ? അമ്മേ, എന്തിനാ എന്റെ കാര്യം ഇതിന്റെ ഇടയിൽ വലിച്ചഴിക്കണേ? നമുക്ക് സമ്മതാണെന്ന് പറഞ്ഞോളൂ ഏട്ടാ. അവളെവിടെ? അവളുടെ സമ്മതം തന്നെയാ ഞാൻ പറഞ്ഞേ. ഭാമേ, ഇതിപ്പോ എനിക്കായിരുന്നില്ല വേണ്ടത്. നീ ഇനിയെങ്കിലും ഒന്ന് സെറ്റിൽഡായി കാണാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ജാട പറയുന്നൊന്നല്ല. അല്പം ജാട തന്നെയാ. നിന്നെ പോലൊരു മടിച്ചിക്കോതയ്ക്ക് ഒരു കണക്കിന് ഇത് തന്നെയാ നല്ലത്. കൊച്ചു മുതലാളിയുടെ വേളിയായിട്ട് അങ്ങനെ സുഖിച്ചു വാഴാലോ. ഞാൻ കണ്ടടി. സംഗതി കേട്ടപ്പോ പെണ്ണിന്റെ മുഖത്തെ പ്രകാശം. അയ്യടാ, എന്ത് പ്രകാശം? വേണ്ട വേണ്ട. എന്തിനായി നിന്നിടം കണ്ണിൽ തടം തുടിച്ചു? എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു? പഞ്ചബാണനേഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ? ഇനി മിന്നും പൊന്നും മണിയാർ കാലമായില്ലേ? എന്തിനായി നിന്നിടം കണ്ണിൽ തടം തുടിച്ചു? എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു? ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻതുള്ളി തൂകി ഏകാകിയാകും പൂർണ്ണേന്ദുവല്ലേ? ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻതുള്ളി തൂകി ഏകാകിയാകും പൂർണ്ണേന്ദുവല്ലേ? താരുണ്യമേ പൂത്താലമായി തേടുന്നുവോ ഗന്ധർവനേ? എന്തിനായി നിന്നിടം കണ്ണിൽ തടം തുടിച്ചു? എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു?
കൃഷ്ണ, നീ ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? ചേച്ചി, ഞാൻ മുമ്പ് വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, നീ എന്റെ വിരലിൽ തൊട്ടതോ? വിരലിൽ പേരെഴുതി വെച്ചിരുന്നു രണ്ടു കുട്ടികളുടെയും. MBBS കാരിയായ കുട്ടിയാണ്. വീട്ടുകാരുടെയും അവളുടെയും സമ്മതവും കിട്ടി. അല്ല, എന്താ ഇപ്പൊ ഈ കുട്ടികൾക്ക് വേറൊരു വ്യത്യാസം? ഉണ്ട് ചേച്ചി, രണ്ടും രണ്ടുപേര് തന്നെയാണ്. ഒരാൾ നല്ലത്, മറ്റാൾ ചീത്ത എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഉമ്മർത്ത് വന്ന് ആരാണ് ചേച്ചിയുടെ കാൽക്കൽ വീണ് എന്റെ കുടുംബത്തിനെ വഴിയാധാരമാക്കരുതെന്ന് പറഞ്ഞ് അയച്ചത്? ആരാണ് എണ്ണിപ്പെറുക്കി കിട്ടുന്ന ശമ്പളം കൊണ്ടൊരു വീട് നോക്കിയത്? ആരാ തന്റെ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് അവൾക്ക് പേരുള്ളൊരു തൊഴിലുണ്ടാക്കി കൊടുത്തത്? അവളുടെ വലിയ മനസ്സിനെ ഞാൻ അതിനെയാണ് സ്നേഹിക്കുന്നത്. അവൾക്ക് മറ്റാരേക്കാളും കൂടുതൽ എന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ കഴിയൂ, എന്നെ സ്നേഹിക്കാൻ കഴിയൂ. പിന്നെ അവക്കല്ലേ ഒരു ജീവിതം കിട്ടേണ്ടത്. വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മാപ്പും കിട്ടും ഈ ഒരു സൽക്കർമ്മം കൊണ്ട്. എനിക്ക് അവളെ മതി ദേവു. ഭദ്രേ, നീ പറയണത് എന്തോ അതിലടെ എനിക്ക് ശരി. ഭദ്രയെങ്കിൽ ഭദ്ര, ഭാമയെങ്കിൽ ഭാമ. അല്ല, ഭദ്രയെങ്കിൽ ഭദ്ര, ഭദ്രയെങ്കിൽ ഭദ്ര. അതെന്ത് വർത്താനാടോ അവര് പറയുന്നേ? ഡോക്ടറെ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്? അവര് പറയുന്നത് എന്തായാലും യെസ് പറയാന്നല്ലാണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? രണ്ടിലേതായാലും നമുക്കെന്താ, നടന്നു കിട്ടിയാ മതി. ഈ കല്യാണാലോചന പുറത്തറിഞ്ഞ ശേഷം എന്താ ഓരോരുത്തരുടെ സ്വീകരണമെന്ന് അറിയാവോ വല്യമ്മാവന്? അത് കരയ്ക്കും. ആ ഗോപാലിനൊക്കെ മറന്നു പോയിരുന്നു തമ്പുരാനല്ലോ വിളി. ഇപ്പൊ ശരിയായി പോയി. അമ്മ, ഞാൻ അതിന് തയ്യാറല്ല. ഭാമ സ്വപ്നം കാണാൻ തുടങ്ങിയ ഒരു ജീവിതം ഇപ്പൊ എന്റെ നേർക്ക് വെച്ച് നീട്ടിയ എനിക്ക് വയ്യമ്മേ അത് സ്വീകരിക്കാൻ. പക്ഷെ മോളെ, ആ പയ്യൻ നിന്നെ ഉദ്ദേശിച്ചിട്ട് മാത്ര ഈ ആലോചന നടത്തിയെന്നല്ലേ പറഞ്ഞേ? ഒരബദ്ധത്തിൽ ഭാമയാണെന്ന് എല്ലാരും കരുതി, അത്രേ ഉള്ളൂ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. അച്ചോടനോട് അമ്മാനെ പറഞ്ഞേക്കൂ, എനിക്ക് പറ്റില്ലാന്ന്. എന്താടി? അവൾക്ക് സമ്മതം അല്ലാന്ന്. അയ്യടാ, അത് അവള് വെറുതെ കളി പറയണല്ലേ. എടി, നിന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അയാൾ പ്രപ്പോസൽ വെച്ചത്, നിന്നെ ഇഷ്ടപ്പെട്ടിട്ട്. അയാൾക്ക് നിന്നെ പോലെ നല്ല മനസ്സുള്ളൊരു കുട്ടിയാണ് വേണ്ടത്. ഭാമേ, ഇനി ഈ വിഷയം വെറുതെ പറഞ്ഞു നീട്ടണ്ട. ഞാനില്ല, എന്നെ വിട്ടേക്ക് എല്ലാരും. ഇരിക്കിഷ്ട. പ്രതീക്ഷിച്ചത് ഡോക്ടർ അരുണിനെയാണ്. പുള്ളി വന്നൂന്നറിഞ്ഞത് സത്യമല്ല. നിർദോഷമായൊരു കള്ളം ഏത് ശാരദ ടീച്ചർക്കും പറയാം. ഇനി ഇവിടെ ഒരു വാടകക്കാരൻ വരില്ല. കാരണം ഞാനത് വാങ്ങിച്ചു. പണം കൊണ്ട് എന്തെല്ലാം വാങ്ങിച്ചു കൂട്ടല്ലേ. ഒരു പെൺകുട്ടിയുടെ ഹൃദയം ഒഴുകി എന്തും. എനിക്ക് പോണം. പോവാം. ആദ്യമായി ഇഷ്ടമാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞയാൾ വിവാഹം കഴിക്കാൻ സമ്മതം മൂളിയതും അയാളോടായിരുന്നു. അയാൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കല്ലേ, ഒരു വേദനയായിട്ട്. അങ്ങനെ വേദനയൊന്നുമില്ല. പിന്നെന്തിനാ വന്നു പറഞ്ഞപ്പോ ഓടിയെത്തിയത്? എനിക്ക് വേണ്ടി കാത്തിരുന്ന് വെറുതെ കാലം കഴിക്കരുന്ന് പറയാൻ. അവസാനമായി കണ്ട ദിവസം അത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടെന്ന് പറയാം, കൂടെ വരാൻ ഞാൻ ഒരുക്കോണെന്ന് പറയാം. അതൊക്കെ ഭദ്രയുടെ ഇഷ്ടം. ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരാം ആളിനെ. ഞാൻ എന്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന? ഭദ്രയ്ക്ക് വേണ്ടി. അത്രയേറെ ഇഷ്ടമാണ് ഇയാളിനെ എന്ന് കൂട്ടിക്കൊള്ളൂ. മോളുടെ ഒരാളിന്റെ മനസ്സിന്റെ നന്മ, അതുകൊണ്ടാ ഈ കുടുംബം ഇവിടെ കഴിയണത്. അത് മറന്നാ ആര് പൊറുക്കും? മോളെ ഇവിടെ വരെ വരുത്തി എന്ന് പറയണത് എന്നെ പാടില്ലാത്തായിരുന്നു. ഞാൻ പറഞ്ഞ അവള് തള്ളില്ല. ഞാൻ സമ്മതിപ്പിക്കാം അവളെ. ചെയ്തതിന് പ്രതിഫലം ചോദിക്കാൻ വന്നതല്ല ഞാൻ, എന്റെ അനിയന് വേണ്ടി അപേക്ഷിക്കാനാ. ഭദ്ര സമ്മതം പറഞ്ഞില്ല എന്ന് വെച്ചാൽ ചിലപ്പോ അവൻ ഇനിയൊരു വിവാഹത്തിന് തയ്യാറാവൂന്ന് പോലും തോന്നണില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡോക്ടർ ഉണ്ടെന്നാ സംശയം. അയാള് പോയില്ലേ ഏതോ നാട്ടില്? ചിലപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ
സീരിയസ് ആയിട്ടുള്ള ഒന്നായിട്ട് കണ്ടിട്ടില്ല എന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത്. അവളുടെ കഷ്ടപ്പാട് കണ്ട് ഭഗവാൻ അയച്ചതാ ഈ കുട്ടിയുടെ അനിയനെ. എന്നിട്ട് എന്താ ഇപ്പൊ അവള് മറുത്തു പറയണേ? എല്ലാരും കൂടി അങ്ങ് നിർബന്ധം പിടിച്ച ഭദ്ര സമ്മതിക്കും. ഒരു കാര്യത്തിലും അവളങ്ങനെ എഡമെന്റ് ഒന്നും അല്ല. ഞാനൊന്ന് കാണട്ടെ തനിച്ച്. ഞാനെന്താ? ശരി, വാസും കൂടിയൊക്കെ ഒന്ന് പറയണം ഭദ്രയോട്. തീർച്ചയായും അത് നടന്നു കാണാൻ സത്യമായിട്ട് ഞങ്ങൾ ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. നടക്കും വാസു, അവൾ സമ്മതിക്കും. വയ്യാന്ന് തീർത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. ആ വാസുവേട്ടാ, നിങ്ങളെ തിരക്കി ആ അരുൺ ഡോക്ടർ 2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. കണ്ടാ പറയാൻ പറഞ്ഞു ഗസ്റ്റ് ഹൗസിലെ താമസം, രാത്രി വീട്ടിലേക്ക് വരുമെന്ന്. ആരാത്? ആ ഡോക്ടറാണോ? അതെ. അയാളിപ്പോ എന്തിനാ? വാസു അയാളെ കാണോ? ഉവ്വ്, അയാൾ ഭദ്രയെ കണ്ടാൽ എന്താവുന്ന? അതിനു മുമ്പ് വാസു കാണണം, കണ്ടിട്ട് പറയണം കൃഷ്ണനുമായുള്ള കല്യാണത്തിന് ഭദ്ര സമ്മതം പറഞ്ഞു എന്ന്. അതല്ലേ നല്ലത്? ഉവ്വ്, ഞാനങ്ങനെ പറയാം. അവര് തമ്മിൽ കാണാതിരിക്കുകയും വേണം. പോയിക്കൊള്ളൂ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പോയ ശേഷം സാറിന്റെ വിവരമൊന്നും കാണാതായപ്പോ ഈ നാട് മറന്നു കരുതി. വിളിച്ചിരുന്നു പലവട്ടം, ഭദ്രയെ ഒരിക്കൽ പോലും കിട്ടിയില്ല. ഇതിപ്പോ നല്ല ദിവസമാണ് സാറിന്റെ വരവ്. ഭദ്രയുടെ വിവാഹം ഏതാണ്ട് ഉറച്ചു. മലർന്നു കിടന്ന് നോക്കിയാൽ കാണാൻ കഴിയാത്ത ഉയരത്തിൽ നിന്നൊരു ബന്ധം, അതും ആ പയ്യന്റെ ചേച്ചി വന്ന് കാല് പിടിക്കുകയായിരുന്നു. ഭദ്ര സമ്മതം പറഞ്ഞു. വീൽ ചെയറിന്മേൽ ജീവിക്കുന്ന ആ സ്ത്രീ വന്ന് അപേക്ഷിക്കുമ്പോൾ അവളെപ്പോലൊരു കുട്ടിക്ക് സമ്മതം പറയാതിരിക്കാൻ പറ്റുമോ? ആരായാൾ? എന്ത് ചെയ്യുന്നു? അയ്യോ, കോടീശ്വരൻ. ഒരു 100 കൂട്ടം ബിസിനസ് ഉണ്ട്. അച്ഛന്റെ മരണശേഷം അയാളുടെ കയ്യിലേക്ക് കിട്ടിയത് കൂടുന്നതേ ഉള്ളൂ ദിവസം കഴിയും തോറും. മഹാഭാഗ്യമല്ലേ കുട്ടിയുടെ മഹാഭാഗ്യം. അവളിനി രാജകുമാരിയായിട്ട് കഴിയും. ഇറങ്ങുക. പോണം. ഭദ്രയെ കണ്ട് ഒരു കൺഗ്രാറ്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. അത് വേണ്ട സർ. സാറിനിനി കണ്ടാൽ ഞാൻ പറഞ്ഞത്. ഓവ്, ഞാൻ പറഞ്ഞു എന്ന് പറയൂ. കാണുമ്പോ ഭദ്രയ്ക്കും ആ മഹാഭാഗ്യവാനായ ചെറുപ്പക്കാരനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയൂ. ഈ രാത്രി തന്നെ പോണം. ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. രാത്രി യാത്രയില്ലെന്നാണ്. ഓവ്, യാത്ര പറയുന്നില്ല. മോളെ,
പാളത്തിൽ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണ്ടേ? നല്ലോണം സൂക്ഷിക്കണം. വേറെ വാഹനം പോലെയൊന്നുമല്ല. തട്ടണ്ട, ഒരു കാറ്റടിച്ചാ മതി. ഇനിയിപ്പോ ചിലര് പറയണ പോലെ വേണമെന്ന് വെച്ചിട്ട് പോയി നിന്നാണെങ്കിലോ? അതെന്തിനാ ഭഗവാനെ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തേ? എന്നെ തോപ്പിക്കാനാണെങ്കില് ഞാൻ ജയിച്ചു നിൽക്കുമൊന്നുമല്ലല്ലോ. തോറ്റു തോറ്റു ജീവിക്കുന്നോളല്ലേ ഞാൻ. ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇഷ്ടമല്ലാന്ന് തോന്നണ മാതിരി മിണ്ടാണ്ട് നിന്നിട്ടുണ്ട്. അതൊരു തെറ്റായ കാര്യ? അല്ലെങ്കിൽ തന്നെ എന്നെ കിട്ടിയില്ലാന്ന് വെച്ച് പ്രാണനൊടുക്കുക? അതിനു മാത്രം എന്തു മഹിമയാ ഈ ഗതിയില്ലാത്തവർക്കുള്ളത്. ആ വന്നോ? ഇങ്ങ് വരാ വരാ. ആശുപത്രി പോയിരുന്നോ? കണ്ടോ? മുഖമൊക്കെ മാറിയിരിക്കണോ? ഈ കണ്ണട മുഖത്തില്ല. ആ മാറ്റം ഉണ്ടാവും. എന്താണ് സത്യമെന്ന് മനസ്സിലായോ? അപകടം പറ്റിയതോ ജീവൻ ഒടുക്കിയതോ? ഈ വെളിയില് ഈ നിറയണ കണ്ണില് എനിക്ക് കാണാ ഉത്തരം. മതി ചേച്ചി, കരയില്ല ഇങ്ങനെ. കരഞ്ഞിട്ട് ഫലമൊന്നുമില്ലെന്നറിയാം. എന്നാലും കരണില്ല എന്നെ കൊണ്ട് കഴിയും. അതിന് മാത്രം എന്ത് തെറ്റായിപ്പോ? വേണമെന്ന് കരുതി ചെയ്തല്ലോ. അതെടാ, വേണമെന്ന് വെച്ചിട്ട് തന്നെ. നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടി നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി, അവളും നീയും കൂടി ജീവിക്കണത് കാണാൻ വേണ്ടി ഞാൻ നുണ പറയാൻ തന്നെ പറഞ്ഞു ആ വാസുവിനോട്. അത് കേട്ടത് കൊണ്ടല്ലേ ആ ഡോക്ടർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. ആർക്കും ആരെയും കിട്ടിയില്ല. ആ പാവം കുട്ടിയുടെ മനസ്സും തകർന്നു. ഒരു ദൈവങ്ങളും ഓർക്കില്ല എന്നോട്. ചേച്ചിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതും അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതും എല്ലാം ഈ ദൈവങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കേ. ഞാനൊരു കാര്യം പറയട്ടെ. പറ. എന്റെ മനസ്സിന് അല്പം ശാന്തി കിട്ടാൻ വേണ്ടി പറ. അതെ, നമുക്ക് ഭദ്രയെ പോയി കാണണം. അവളെ രക്ഷിക്കാൻ നമുക്ക് ചിലത് ചെയ്യാനാവും. നമ്മളത് ചെയ്യാൻ പോവാ. വേണണ്ട. ആ, അപ്പൊ ആ കണ്ണീരോടൊക്കെ എന്നിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക്. ഉള്ളിലുള്ളതൊന്നും തുറന്നു പറയാതെ അവൾ എന്തിനാ ഇങ്ങനെ കൊണ്ടു നടന്നേ? അതല്ലേ അവളിങ്ങനെ തകർത്തത്?
ഒരിത്തിരി ദയ അവളോട് കാട്ടേണ്ടിയിരുന്ന സന്ദർഭത്തിൽ ഒന്നും ആരും കാട്ടിയില്ല. മഹാപാപങ്ങൾ എന്തൊക്കെ ചെയ്ച്ചെന്നെ കൊണ്ട് എവിടെ മുങ്ങിയാലാണ്, ഏത് ദേവരെ തൊഴുതാലാണ് എനിക്ക് മോക്ഷം കിട്ടുക? ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ചക്കൻ 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 ചാഞ്ചാട് ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ചാഞ്ഞി ചരിഞ്ഞാട് ചാഞ്ചക്കൻ ചാഞ്ചക്കൻ ചാഞ്ചാട്. എങ്ങനെയുണ്ടിപ്പോ? അങ്ങനെ തന്നെ, മരുന്നൊന്നും മുടക്കണില്ല. ദിവസം കഴിയുന്തോറും കൂടുതൽ സൈലന്റായി വരിക. കുറെ കൂടി നല്ല ഡോക്ടേഴ്സിനെ ആരെയും കാണിക്കണം. അതിനുവേണ്ടി കുറച്ചു ദൂരം പോയേണ്ടി വന്നാലും. തെണ്ടിയിട്ടോ പെരുക്കിയിട്ടോ എന്നറിയില്ല, ചെയ്യാവുന്ന എന്തും ചെയ്യും ഞങ്ങളുടെ കുട്ടിയെ. ഞങ്ങൾ വന്നത് ഒരപേക്ഷയായിട്ടാണ്. കൊണ്ടുപോയിക്കോട്ടെ, പണം കൊടുത്ത് നേടാവുന്ന എന്ത് ചികിത്സയും ചെയ്യിപ്പിക്കാം. മനസ്സിന്റെ ആ കലമ്പല് മാറി പഴയ ഭദ്രയായി മാറുന്ന കാലത്ത് എന്നെ വിട്ട് പോവില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്കിൽ മാത്രം എനിക്ക് തന്നേക്കോ. ചെയ്യണ പ്രവൃത്തിക്ക് പ്രതിഫലമായിട്ടല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അവളെ. അതുകൊണ്ട് ചോദിക്കുക. അന്ന് മറുത്താണ് ഭദ്ര പറയുന്നതെന്ന് വെച്ചാൽ നിറഞ്ഞ മനസ്സോടെ തന്നെ തിരികെ കൊണ്ടുവരും ഞങ്ങൾ. മോളെ, നീ അവളെ ഒന്ന് വിളിക്കേ. എന്റെ ചെറിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു തുടർച്ചയായി ഇവള് മാറുക എന്ന് പറഞ്ഞ സഹിക്കില്ല ഞാൻ. ഇനി ഇത് കുട്ടിക്ക് വേണ്ട. നാളും പക്കം അറിയില്ല, ശുഭമുഹൂർത്തമാണോ ഒന്നും നിശ്ചയമില്ല. ഇതാ ഞാനങ്ങോട്ട് ഏൽപ്പിക്കുക എന്റെ പെങ്ങളെ. ഒരു കാർ മൂടിയ മങ്ങലേ ഉള്ളൂ, അത് തെളിയും ഉറപ്പാ. അത്രയ്ക്ക് നല്ലവളാ എന്റെ ഭദ്ര. കാണാൻ കഴിയാത്ത ദൈവങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്നത് സത്യമാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഒരു നാൾ നമ്മുടെ ഭദ്രൻ. പിന്നെ വേനലും മഴയും മാറി മാറി വന്നുപോയ ശേഷം അകലെ ഒരിടത്ത് ഒരു തണുത്ത പകലിൽ കാലത്തിന്റെ മിഴി രണ്ടിലും ഇങ്ങനെ തെളിയുന്നു.
എന്താ പ്രശ്നം? പറയാൻ ഇപ്പൊ സൗകര്യമില്ല. ദേവു 350 കിലോമീറ്റർ തറ തൊടാതെ പറന്നു വരെ ഞാൻ. അത്രയ്ക്ക് വലിയ എന്ത് വിഷയം നടന്നിട്ട് തോന്നി ചേച്ചിയുടെ ഫോൺ കോൾ കിട്ടിയപ്പോ. എന്താ കാര്യം എന്ന് പറ. അകത്തെ മുറിയിൽ നിന്റെ ഭാര്യ കിടപ്പുണ്ട്. അവക്ക് എന്ത് പറ്റി? അത് അവളോട് പോയി ചോദിക്ക്. ചേടാ ഇതെന്ത് ടൈപ്പ്? സമയം കളയാതെ വേഗം ഓടി ചെല്ലട കിട്ടണ. അവള് നിന്നെ കാത്തിരിക്കുക. ഏയ് എന്താ? ഒന്നുമില്ല. ഇതെന്തോ രോഗമാണ്. ഭദ്രേ, ചേച്ചി പറഞ്ഞോ? ഇല്ല. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയൂട്ടോ. എന്ത് തന്നെയായാലും നേരിടാൻ തയ്യാറായിട്ടാ ഞാൻ ഇരിക്കണേ. തയ്യാറായിക്കോളൂ. കുറച്ചു നാളൂടെ ഒരു മോനെയോ ഒരു മോളെയോ സ്വീകരിക്കാൻ. സത്യം? ഓമനേ തങ്കമേ അരികിൽ വരികൻ പ്രണയത്തിൻ മുകുളം വിരിയും ഹൃദയത്തിൽ മെല്ലെ മെല്ലെ പുതുമഴയുടെ സുഖമരുളുകൻ.